1923 നവംബർ 10 ജപ്പാന്റെ വടക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അക്കിത്ത ജില്ലയിലെ ഒഡേറ്റ് നഗരത്തിലെ ഒരു ഫാമിൽ ഓഷിനായി എന്നും ഗോമ എന്നും പേരുള്ള 2 പെഡിഗ്രീഡ് അക്കിത്ത നായ്ക്കൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. ഒരു പെഡിഗ്രീഡ് അക്കിത്ത നായ്ക്കുട്ടിയെ സ്വന്തമാക്കണമെന്ന് ഏറെക്കാലമായി ആശിച്ചു നടക്കുകയായിരുന്ന ടോക്കിയോ സർവകലാശാലയിലെ അഗ്രികൾച്ചർ സയൻസ് പ്രൊഫസറായിട്ടുള്ള ഇഡേസാബുറോ ഉയനോ ഈ നായ്ക്കുഞ്ഞിനെ 30 yen കൊടുത്ത് സ്വന്തമാക്കുന്നു. അക്കിത്തയിൽ നിന്ന് ടോക്കിയോയിലേക്ക് തീവണ്ടിയിൽ കയറ്റി പറഞ്ഞയച്ച ഈ നായ്ക്കുട്ടി 20 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം പ്രൊഫസറുടെ വീട്ടിലെത്തിയപ്പോഴേക്കും വല്ലാത്ത അവശ നിലയിൽ ആയി കഴിഞ്ഞിരുന്നു. ആ നായ്ക്കുട്ടി മരിച്ചു എന്ന് പോലും അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പ്രൊഫസർക്കും ഭാര്യയ്ക്കും തോന്നി. അടുത്ത 6 മാസക്കാലം അവർ അവനെ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ പരിചരിച്ചു. പ്രൊഫസർ തൻ്റെ വളർത്തുനായ്ക്കിട്ട പേര് ഹാച്ചി എന്നായിരുന്നു. ജാപ്പനീസിൽ ഹാച്ചി എന്ന വാക്കിൻ്റെ അർത്ഥം 8 എന്നാണ്. ജാപ്പനീസ് കൾച്ചറിൽ വളരെ ശുഭകരമായ ഒരു നമ്പറാണ് 8. ഹാച്ചിയും പ്രൊഫസറും തമ്മിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നത് അത്യപൂർവമായ ഒരു ആത്മബന്ധമായിരുന്നു. തെരഞ്ഞെടുത്ത ആളുകളോട് മാത്രം ദൃഢബന്ധം സ്ഥാപിക്കുന്ന കൂട്ടരാണ് ഈ അക്കിത്ത വർഗത്തിലുള്ള നായ്ക്കൾ. അവരുടെ സെലക്റ്റീവ് ബോണ്ടിങ് നേച്ചർ വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് ഹാച്ചിക്ക് പ്രൊഫസർ എന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ആണിക്കല്ലും പ്രൊഫസർക്ക് ഹാച്ചി എന്നത് ഒരു സ്വകാര്യ അഹങ്കാരവുമായി വളരെ പെട്ടെന്ന് തന്നെ മാറി. അത്യാവശ്യം വലുതായപ്പോൾ ഹാച്ചി പ്രൊഫസറെ ദിവസവും രാവിലെ ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുമായിരുന്നു. അവർ ഒപ്പം നടന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലും. പ്രൊഫസർ തീവണ്ടിയിൽ കയറി പോയി കഴിഞ്ഞാൽ ഉടനെ ഹാച്ചി തിരികെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. വൈകുന്നേരത്തെ പ്രൊഫസറുടെ തീവണ്ടിയുടെ സമയം പോലും ഹാച്ചിക്ക് കൃത്യമായിട്ട് അറിയാം. ആ നേരത്ത് അവൻ വീണ്ടും സ്റ്റേഷനിലെത്തി പ്രൊഫസറെ കാത്തു നിൽക്കും. തീവണ്ടിയുടെ ചൂളം വിളി കേൾക്കുമ്പോൾ അവൻ്റെ കാതുകൾ വിടരും. ആളുകൾ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ ആൾക്കൂട്ടത്തിൽ പ്രൊഫസറുടെ മുഖം തിരയും. അദ്ദേഹം കണ്ണിൽപ്പെടുന്ന ആ നിമിഷം അവൻ ആവേശത്തോടു കൂടി അടുത്തേക്ക് ചെല്ലും. ഇരുവരും തിരികെ വീട്ടിലേക്ക് ഒരുമിച്ച് നടന്നു പോരുകയും ചെയ്യും. ആ പതിവ് അവർ ഏതാണ്ട് 1 കൊല്ലത്തോളം തുടർന്നുപോയി. 1925 മെയ് 21 വൈകുന്നേരം പതിവ് പോലെ ഹാച്ചി തൻ്റെ യജമാന്റെ വരവും കാത്ത് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. തീവണ്ടിയുടെ ചൂളംവിളി കേട്ട് അവൻ തൻ്റെ ഉറക്കത്തിൽ നുണർന്നു. ആ തീവണ്ടിയിൽ നിന്ന് തിക്കും തിരക്കും കൂട്ടി പുറത്തേക്ക് നടന്നു വന്ന യാത്രക്കാരിൽ അവൻ പ്രൊഫസറെ തിരഞ്ഞു. ആളുകൾ മുഴുവൻ പോയി പ്ലാറ്റ്ഫോം കാലിയായിട്ടും പ്രൊഫസറുടെ മുഖം മാത്രം അവന് കാണാനായില്ല. അന്ന് വന്ന തീവണ്ടിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗന്ധം പോലുമില്ല. അന്നവൻ ഏറെ നേരം പ്രൊഫസറെയും കാത്ത് സ്റ്റേഷനിൽ തുറന്നു. രാത്രിയായപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് യജമാനന് വരാൻ പറ്റാതെ പോയതാകും, അടുത്ത ദിവസം വരുമായിരിക്കുമെന്ന് ഹാച്ചി കരുതി. അടുത്ത ദിവസവും അവൻ പതിവ് സ്ഥലത്ത് അയാളെ കാത്തിരുന്നു. അയാൾ അന്നും വന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും ഹാച്ചിയുടെ കാത്തിരിപ്പ് തുടർന്നുപോയി. 53-ാം വയസ്സിൽ ജോലി സ്ഥലത്ത് വെച്ചുണ്ടായ സ്ട്രോക്ക് മൂർച്ഛിച്ച് തൻ്റെ യജമാനൻ അകാലത്തിൽ അന്തരിച്ചു പോയ വിവരം അവനെ ആരും അറിയിച്ചില്ല. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളും, മാസങ്ങൾ കൊല്ലങ്ങളുമായി. വെയിൽ മാറി, മഴ വന്നു, മഞ്ഞു വീണു, ചെറി ബ്ലോസങ്ങൾ പൂവിട്ട് പൊഴിഞ്ഞു വീണു. വൈകുന്നേരം ആ കൃത്യസമയത്തുള്ള ഹാച്ചിക്കോയുടെ വരവും കാത്തിരിപ്പും മാത്രം മാറ്റമില്ലാതെ തുറന്നു. അവനെ പതുക്കെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. അവരിൽ ചിലക്കെങ്കിലും ഈ കഥ അറിയുമായിരുന്നു. അവർ പോകും വഴിക്ക് അവൻ്റെ നെറുകയിൽ സ്നേഹത്തോടെ തലോടി, അവന് ഭക്ഷണം നൽകി. അങ്ങനെ 7 വർഷം കടന്നുപോയി. 1932 ഒക്ടോബർ 4 പുറത്തിറങ്ങിയ അസാഹി ഷിംബുൻ എന്ന ജാപ്പനീസ് പത്രത്തിൻ്റെ ഉൾപേജുകളിൽ ഒന്നിൽ മരിച്ചുപോയ യജമാനു വേണ്ടി 7 വർഷമായി കാത്തിരിക്കുന്ന വളർത്തുനായുടെ കരളലിയിക്കുന്ന കഥ എന്ന തലക്കെട്ടിൽ വന്ന ലേഖനം ഹാച്ചിയും പ്രൊഫസറും തമ്മിലുള്ള ഈ അഭേദ്യ ബന്ധത്തിൻ്റെ കഥ ഏറെ ഉള്ളിൽ തൊടുന്ന വാക്കുകളിൽ വരച്ചു വെച്ചു. ഈ ലേഖനം വായിച്ചവർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ അവനെ വിളിച്ച പേര് ചുക്കൻ ഹാച്ചിക്കോ അഥവാ ഹാച്ചിക്കോ എന്ന വിശ്വസ്തനായ നായ എന്നായിരുന്നു. പേരിനൊപ്പം കോ എന്ന് ജപ്പാൻകാർ ചേർക്കുന്നത് ബഹുമാന സൂചകമായിട്ടാണ്. ആ ഒരു ലേഖനം വന്നതോടെ ജപ്പാനിലെ ഹാച്ചി എന്ന വെറും സാധാരണ വളർത്തുനായ രാജ്യം മുഴുവൻ ആദരവോടെ കാണുന്ന ഹാച്ചിക്കോ ആയിട്ട് മാറി. 1935 മാർച്ച് 8 വൈകുന്നേരം അവസാനമായി ഒരിക്കൽ കൂടി ഹാച്ചിക്കോ ഷിബുയ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ തൻ്റെ സ്ഥിരം സ്പോട്ടിൽ ചെന്ന് ഒരിക്കൽ കൂടി കവാടത്തിന് നേരെ തിരിഞ്ഞ് ഇരിപ്പുറപ്പിച്ചു. തീവണ്ടി വരാൻ പിന്നെയും സമയമുണ്ടായിരുന്നതുകൊണ്ട് ചൂളം വിളി കേട്ട് ഉണരാൻ പാകത്തിന് തൻ്റെ പതിവ് കുഞ്ഞുറക്കത്തിലേക്ക് ഹാച്ചിക്കോ തൻ്റെ കണ്ണടച്ചു. പിന്നീട് ഒരിക്കലും ആ കണ്ണുകൾ തുറന്നതേയില്ല. ഹാച്ചിക്കോ എന്ന അക്കിത്ത നായ തൻ്റെ 11-ാം വയസ്സിൽ ഈ ലോകം വിട്ടുപോയി. തൻ്റെ യജമാനു വേണ്ടി 10 വർഷത്തോളം നീണ്ട ഹാച്ചിക്കോയുടെ കാത്തിരിപ്പിന് അതോടെ വിരാമമായി. എങ്കിലും ആ സ്നേഹം ജപ്പാൻ അത്ര എളുപ്പത്തിൽ വിസ്മരിച്ചില്ല. മരണാനന്തരം ഹാച്ചിക്കോ പ്രതിമകൾ പലതും ഉയർന്നു വന്നു. കലാകാരന്മാരുടെ വക നിരവധി കലാസൃഷ്ടികൾ വേറെയും ഉണ്ടായി. അവൻ്റെ കഥ വികാരാർദ്രമായിട്ട് വിവരിക്കുന്ന പുസ്തകങ്ങളും സിനിമകളും നിരവധിയുണ്ടായി. ടോക്കിയോ നാഷണൽ മ്യൂസിയം ഓഫ് നേച്ചർ ആൻഡ് സയൻസിൽ ഹാച്ചിക്കോയുടെ സ്റ്റഫ് ചെയ്ത രൂപം ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഷിബുയ സ്റ്റേഷന്റെ എക്സിറ്റ് ഇന്നും അറിയപ്പെടുന്നത് ഹാച്ചിക്കോ ഗുച്ചി അഥവാ ഹാച്ചിക്കോ കവാടം എന്നാണ്. 1934 ഹാച്ചിക്കോ ജീവനോടെ ഇരിക്കെ തന്നെ
ഷിബുയ സ്റ്റേഷന്റെ കവാടത്തിൽ ചെമ്പിൽ തീർത്ത ഒരു ഹാച്ചിക്കോ പ്രതിമ കമ്മീഷൻ ചെയ്തിരുന്നു. ഹാച്ചിക്കോ മരിച്ച അന്ന് ഷിബുയയിലെ അവന്റെ സ്നേഹിത വൃന്ദം അതേ പ്രതിമയ്ക്ക് ചുറ്റും തടിച്ചുകൂടി. മെഴുകുതിരികൾ കത്തിച്ച് അവനെ ഓർത്ത് കണ്ണീർ പൊഴിച്ചു. ആ പ്രതിമയ്ക്ക് ചുറ്റും ഇന്നും ജനത്തിരക്ക് ഉണ്ടാകാറുണ്ട്. നിയോൺ വിളക്കുകൾ മിന്നി മിന്നി കത്തി അണയാറുണ്ട്. കാറ്റും മഴയും മഞ്ഞും വെയിലും അതിനെ വന്ന് ആശ്ലേഷിക്കാറുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് ആ ഹാച്ചിക്കോ പ്രതിമയും അത് പ്രതിനിധീകരിക്കുന്ന സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മൂല്യങ്ങളും ഇന്നും അവിടെ തന്നെ തുടരുന്നു. നായ എന്ന ജീവിവർഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പലപ്പോഴും ആദ്യമാരും ഓർത്തെടുക്കുന്ന കഥകളിലൊന്ന് ഹാച്ചിക്കോ എന്ന വിശ്വസ്തനും സ്നേഹവാനുമായ അക്കിതയുടേത് തന്നെയാകും. നിങ്ങളിൽ പലരും ചിലപ്പോൾ അത് സ്കൂളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുമുണ്ടാവും. കഴിഞ്ഞ കുറി മാർജാര പുരാണം പറഞ്ഞു വെച്ച വല്ലാത്തൊരു കഥ ഇത്തവണ നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് ശ്വാനനെന്നും ശുനകനെന്നും പട്ടിയെന്നുമെല്ലാം പല പേരുകളിൽ അറിയപ്പെടുന്ന നായ്ക്കളുടെ പുരാണത്തിലേക്കാണ്. മനുഷ്യന്റെ ആദ്യ മിത്രം, ഏറ്റവും അടുത്ത മിത്രം എന്നൊക്കെയാണ് നായ്ക്കളെക്കുറിച്ച് പൊതുവെ പറയാറ്. ഈ നായ്ക്കളെക്കുറിച്ച് സാമാന്യം ഗഹനമായൊരു അറിവ് തന്നെ ഉണ്ടാക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ അവയുമായി അത്രമേൽ ചേർന്നു നിൽക്കുന്ന നമ്മൾ മലയാളികൾക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യും. പരിണാമ വഴികളിലെന്നോ മനുഷ്യന്റെ സന്തത സഹചാരിയായി കൂടെ കൂടി നായ എന്ന നാൽക്കാലി അവന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും യാത്രകൾക്ക് കൂട്ടുപോയതിന്റെ കഥ. മനുഷ്യൻ നൽകിയ പരിശീലനം കൈമുതലാക്കി അസാമാന്യ ബുദ്ധിശാലിയായ ജീവി നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്തുത്യർഹമായ സേവനങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. വല്ലാത്തൊരു കഥയുടെ നിലനിൽപ്പിന് വേണ്ടി യൂട്യൂബ് മെമ്പർഷിപ്പ് സംവിധാനം ആരംഭിച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ചാനലിലെ സബ്സ്ക്രൈബർമാരിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇതുവരെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. കൂടുതൽ ആളുകളിലേക്ക് ഈ ശ്രമം എത്തിക്കാനും ഈ സ്വതന്ത്ര സംരംഭത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതിജീവനം ഉറപ്പിക്കാനുമായി പ്രിയപ്പെട്ടവരുടെ സഹകരണം ഇനിയും ആവശ്യമുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ ബാക്കിയുള്ളവർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ഭൂമുഖത്ത് ഇന്ന് ജീവിക്കുന്ന നാൽക്കാലി വർഗ്ഗങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ സാന്നിധ്യം അറിയിക്കുന്ന ഒന്ന് നായ്ക്കളാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും കാലാവസ്ഥാ ഭേദമന്യേ നമുക്ക് നായ്ക്കളെ കാണാം. മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നായ്ക്കൾ അവരെ ചുറ്റിപ്പറ്റിയുണ്ട്. ഏതാണ്ട് എല്ലായിടത്തും തന്നെ മനുഷ്യൻ്റെ വാസസ്ഥാനം പങ്കിട്ടുകൊണ്ട് തന്നെയാണ് നായ്ക്കളുടെ പ്രവൃത്തി. കുതിരകൾ, പൂച്ചകൾ, പശുക്കൾ, ആടുകൾ എന്നിങ്ങനെ മനുഷ്യരെ സേവിക്കുന്ന വളർത്തുമൃഗങ്ങൾ വേറെയും ഉണ്ടെങ്കിലും നായ്ക്കൾക്ക് അവൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്ര സ്ഥാനം അവയ്ക്കൊന്നും നേടാനായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. നായ്ക്കൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഇത്രമേൽ ഒട്ടിച്ചേർന്ന് കഴിയാൻ ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ജീവിവർഗത്തിൻ്റെ തന്നെ ഉൽപ്പത്തിയെക്കുറിച്ചാണ്. കാർണിവോറ ഫാമിലിയിൽപ്പെട്ട ചെന്നായ്ക്കളും കുറുക്കന്മാരും കുറുനരികളും എല്ലാം ഉൾപ്പെടുന്ന കാനിഡേ എന്ന ബയോളജിക്കൽ ഫാമിലിയിലെ കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്ന സ്പീഷീസാണ് നമ്മൾ നായ എന്ന് വിളിക്കുന്ന ജീവി. ഇയോസീൻ ഏജിൽ ജീവിച്ചിരുന്ന സൈനോഡിക്റ്റിസ് ആണ് നായ്ക്കളുടെ ഏർലിയസ്റ്റ് നോൺ ആൻസെസ്റ്റർ. അതിൽ നിന്ന് മയോസീൻ ഏജിൽ എത്തുമ്പോഴാണ് കാനിസ് എന്ന് വിളിക്കാവുന്ന നായപ്രകൃതം കൃത്യമായിട്ടുള്ള ജീവിവർഗം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുക. സൈനോഡിക്റ്റിസിൽ നിന്ന് കാനിസിലേക്ക് എത്തുമ്പോഴേക്കും കാലുകളുടെ നീളം പയ്യെ പയ്യെ കൂടുന്നതായിട്ടും അതുവഴി ആ ജീവിയുടെ ചലന വേഗത കൂടുന്നതായിട്ടും നമുക്ക് കാണാം. അതോടൊപ്പം അതിൻ്റെ കാൽപാദങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള കാൽപാദങ്ങൾ ഉണ്ടായി വരുന്നു. ഓരോ തലമുറ കഴിയും തോറും അതിൻ്റെ താടിയെല്ലുകൾ വലുതായിട്ട് വരുന്നു. ഒപ്പം പല്ലുകളുടെ നീളവും മൂർച്ചയും കൂടുന്നു. ഈ കാലയളവിൽ തന്നെ അതിൻ്റെ തലച്ചോറിൻ്റെ വലിപ്പവും വർദ്ധിച്ചു വരുന്നുണ്ട്. 2018 വേനൽക്കാലത്ത് സൈബീരിയയിലെ ഇൻഡിഗിർക്ക നദിയുടെ അരികിൽ ഏറെക്കാലമായി മഞ്ഞുറഞ്ഞു കിടന്നിരുന്ന ഒരു ഭാഗം വെയിലിൻ്റെ ഊക്കുകൊണ്ട് കുറേയൊക്കെ അലിഞ്ഞുപോയി. അങ്ങനെ സംഭവിച്ചപ്പോൾ വെളിപ്പെട്ട പലതിൻ്റെയും കൂട്ടത്തിൽ 2 മാസം പ്രായമുള്ളൊരു നായ്ക്കുട്ടിയുടെ ജഡം കൂടി ഉണ്ടായിരുന്നു. മഞ്ഞിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിരുന്നതുകൊണ്ട് പ്രാണൻ നഷ്ടമായി ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ആ നായ്ക്കുഞ്ഞിൻ്റെ മൃതശരീരത്തിന് യാതൊരു തട്ടുകേടും സംഭവിച്ചിരുന്നില്ല. അവൻ്റെ പ്രായം കണ്ടെത്താൻ വേണ്ടി പരീക്ഷണങ്ങൾ നടത്തിയ ഗവേഷകർ ഞെട്ടിപ്പോയി. 1-2 നൂറ്റാണ്ടുകളൊന്നുമല്ല അതിൻ്റെ പ്രായം, 18,000 വർഷങ്ങളായിരുന്നു. അത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും അതിൻ്റെ പല്ലുകളും രോമങ്ങളും എന്തിന് അതിൻ്റെ സുന്ദരൻ മൂക്കുപോലും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. മഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്ത നായ്ക്കുഞ്ഞിനെ അവർ ഡോഗോർ എന്ന് ചെല്ലപ്പേരിട്ട് വിളിച്ചു. സൈബീരിയൻ ലോക്കൽ ഡയലക്റ്റിൽ സുഹൃത്ത് എന്ന അർത്ഥം വരുന്നത് മാത്രമല്ലായിരുന്നു അങ്ങനെ പേരിടാനുള്ള കാരണം. ഈസ് ഇറ്റ് എ ഡോഗ് ഓർ എന്ന് അർദ്ധോക്തിയിൽ നിർത്തുന്ന ഒരു ചോദ്യം കൂടി ആ മൃഗത്തിൻ്റെ കേസിൽ ഗവേഷകർക്ക് ഉണ്ടായിരുന്നു. പ്രായമൊക്കെ കൃത്യമായി കണ്ടെത്തിയെങ്കിലും അവൻ ഏത് സ്പീഷീസ് ആണെന്ന ചോദ്യത്തിന് മാത്രം അവർക്ക് വ്യക്തമായൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അവനൊരു നായയാണോ അതോ ചെന്നായയാണോ അതോ അതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന മറ്റെന്തെങ്കിലുമാണോ? കാര്യം ഈ ഡോഗോർ അതിന് കണക്കാക്കപ്പെട്ട പ്രായം വെച്ച് മനുഷ്യൻ നായ്ക്കളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഏതാണ്ട് അതേ കാലത്ത് തന്നെ ജനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതൊരു നായയാണോ ചെന്നായയാണോ എന്നറിഞ്ഞാൽ കൃത്യമായി എത്ര വർഷം മുമ്പാണ് നായ്ക്കൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്നും എവിടെയാണത് ആദ്യമായി ഉണ്ടായത് എന്ന് പോലും ഒരുപക്ഷെ ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നേനെ.
നായ്ക്കളുടെയും ചെന്നായ്ക്കളുടെയും ജീനോമുകളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് അത് നടന്നിട്ടുണ്ടാവുക 27,000 വർഷത്തിനും 40,000 വർഷത്തിനും ഇടയിൽ എപ്പോഴോ ആണ് എന്നാണ്. ആ ദശാസന്ധി ഏതായിരുന്നു എന്ന് കൃത്യമായി കണ്ടുപിടിക്കുക പ്രയാസമാണ്. എന്നാലും പരിണാമത്തിൻ്റെ ഒരു ടോട്ടൽ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു കാലയളവിലാണ് അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുറപ്പാണ്. അതായത് ശിലായുഗത്തിൽ എന്നോ ആണ് ഇത് ഉണ്ടായിട്ടുണ്ടാവുക. ഇതിനെപ്പറ്റി വൈൽഡ് അനിമൽസ് ഇൻ ക്യാപ്റ്റിവിറ്റി എന്ന പുസ്തകത്തിൽ സുപ്രസിദ്ധ ബ്രിട്ടീഷ് ടാക്സിഡർമിസ്റ്റും ക്യാപ്റ്റീവ് അനിമൽ എക്സ്പെർട്ടുമായിട്ടുള്ള AD ബാട്ട്ലെറ്റ് നടത്തിയിട്ടുള്ള രസകരമായ ഒരു നിരീക്ഷണമുണ്ട്. ചെന്നായ്ക്കളെ നന്നേ ചെറുപ്പത്തിൽ പിടിച്ച് മനുഷ്യർ സ്നേഹവും പരിചരണവും കൊടുത്ത് വളർത്തുകയാണ് എങ്കിൽ അവ തങ്ങൾക്ക് ഭക്ഷണം തരുന്ന, തങ്ങളോട് അടുപ്പം കാണിക്കുന്ന മനുഷ്യരോട് വലിയ സ്നേഹം തിരിച്ചു കാണിക്കുമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കുറുനരികളുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. ഈ കുറുനരികളെയും ചെന്നായ്ക്കളെയും ഇങ്ങനെ ഒരുമിച്ച് മനുഷ്യരെടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇവ തമ്മിൽ ബ്രീഡ് ചെയ്ത് പുതിയ ഇനം ജീവികൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള പലയിനം ജീവികൾ തമ്മിൽ തന്നെയും പിന്നീടും ഇണചേർന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ തലമുറകളെടുത്ത് ഒരു പ്രത്യേകതരം ജീവിവർഗം ഉണ്ടായി എന്ന് വെക്കുക. അതിന് മനുഷ്യന് ഉപകരിക്കുന്ന ചില സവിശേഷ ഗുണങ്ങൾ ഉണ്ടായി എന്നും കരുതുക. എങ്കിൽ ആ വെറൈറ്റിയുടെ ഉടമസ്ഥനായിട്ടുള്ള മനുഷ്യൻ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ആ ഇനത്തിൽപ്പെട്ട കൂടുതൽ എണ്ണത്തിന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നത് വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. നായ്ക്കൾ ഉണ്ടായി വന്നത് ഒരുപക്ഷെ ഇങ്ങനെയാകാം എന്നാണ് AD ബാട്ട്ലെറ്റ് നടത്തുന്ന നിരീക്ഷണം. കാഴ്ചയിലും പ്രകൃതത്തിലും ഇത്ര കണ്ട് വൈവിധ്യമുള്ള നൂറുകണക്കിന് ബ്രീഡുകളിലേക്ക് ശ്വാനവർഗത്തെ വിപുലപ്പെടുത്തിയത് അങ്ങനെ നമ്മൾ മനുഷ്യർ മനഃപൂർവ്വം നടത്തിയിട്ടുള്ള സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ്. 5 മുതൽ 8 ഇഞ്ച് വരെ ശരാശരി ഉയരവും 2-2.5 കിലോഗ്രാം മാത്രം ശരാശരി ഭാരവുമുള്ള ചിവാവ് മുതൽ 30 ഇഞ്ചിനടുത്ത് ശരാശരി ഉയരവും 60 മുതൽ 70 കിലോഗ്രാം വരെ ശരാശരി ശരീരഭാരവുമുള്ള ഗ്രേറ്റ് ഡേൻ എന്നറിയപ്പെടുന്ന ജർമ്മൻ മാസ്റ്റിഫ് വരെ പല വലിപ്പത്തിലുള്ള നായ്ക്കളെ നമുക്ക് കാണാനാവും. ശരീരത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിക്കാലുകളുള്ള ഡാഷ് ഹണ്ടും പരന്ന മുഖമുള്ള ബുൾഡോഗും പുരാതന ചൈനയിലെ രാജവംശങ്ങൾക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന മുഖത്ത് ചുളിവുകളുള്ള പിന്നീട് ഹച്വാല കുത്ത എന്നറിയപ്പെട്ട പഗ്ഗും സൈബീരിയയിലെ മരം കൊച്ചുന്ന തണുപ്പിനെ വരെ അതിജീവിക്കുന്ന ഹസ്കിയും നീണ്ട രോമങ്ങളുള്ള അഫ്ഗാൻ ഹൗണ്ടും ഇംഗ്ലീഷ് മാസ്റ്റിഫ് അല്ലെങ്കിൽ സെയിൻറ്റ് ബെർണാർഡ് പോലെ നല്ല ഉയരവും വലിപ്പവും ഉള്ളതൊക്കെ ആയിട്ടുള്ള നായ്ക്കളും ബെൽജിയൻ മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള ബെൽജിയൻ മെലനോയ്സും അതുപോലെ രാജപാളയവും ചിപ്പിപ്പാറയും കോമ്പയും കന്നിയും അടക്കമുള്ള നാടൻ വേട്ട നായ്ക്കളും ഇന്ത്യൻ പറയ എന്നറിയപ്പെടുന്ന നമ്മുടെ നാടൻ നായകളും ശിവാജി തൻ്റെ മറാഠ സൈന്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മുധോൾ ഹൗണ്ടും അലക്സാണ്ടർ ചക്രവർത്തിയുടെ മൊളോസിയൻ ഹൗണ്ടും റോമൻ ചക്രവർത്തിയുടെ പ്രിയങ്കരനായിരുന്ന കാനിസ് പഗ്നാസും കുബ്ലോയ് ഖാൻ്റെ ടിബത്തൻ മാസ്റ്റിഫും അടക്കമുള്ള വാർ ഡോഗുകളും കുരയ്ക്കാത്ത നായ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ബസിഞ്ചിയും നീലനാവുള്ള കണ്ടാൽ സിംഹത്തെ പോലെ ഇരിക്കുന്ന ചൈനക്കാരൻ ചൗചൗവും ലോകത്തിലെ ഏറ്റവും മികച്ച ഘ്രാണശക്തിയുള്ള നായ്ക്കൾ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഹൗണ്ടും കണ്ടാൽ ഓമനത്വം തോന്നുന്ന പോമറേനിയൻ, മിനിപോം, ഷിറ്റ്സു, ലാസാബ്സോ എന്നീ ക്യൂട്ട് ബ്രീഡുകളും നായ്ക്കളുടെ ലോകത്തിലെ സൂപ്പർ മോഡൽ എന്ന് വിളിക്കപ്പെടുന്ന റഷ്യൻ കുലീന ബ്രീഡ് ബോർസോയും മോബ് ഡോഗ് എന്ന് വിളിക്കപ്പെടുന്ന ഹംഗേറിയൻ നായ കൊമോണ്ടോറും വെള്ളത്തിൽ വീഴുന്നവരെ രക്ഷിക്കാൻ പ്രത്യേക സിദ്ധിയുള്ള ന്യൂ ഫൗണ്ട്ലാൻഡും വെള്ളത്തിനടിയിൽ ഗന്ധം പിടിക്കാൻ കഴിവുള്ള ഒട്ടർ ഹണ്ടും ആധുനിക കേനൈൻ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ റിട്രീവർ, ഡോബർമാൻ പിൻസ്റ്റർ, അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ, റോട്ട്വീലർ എന്നീ ഇനങ്ങളും എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഡ്രഗ് സ്നിഫിങ്ങിന് എയർപോർട്ടുകളിൽ ഉപയോഗിക്കുന്ന കോക്കർ സ്പാനിയലുകളും ബീഗിളുകളും ഗോൾഡൻ റിട്രീവറുകളും അടക്കം ഏതാണ്ട് 400ഓളം ബ്രീഡുകളെങ്കിലുമുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന വളർത്തു നായ്ക്കൾക്ക്. മനുഷ്യൻ്റെ സുഖദുഃഖങ്ങളും ഉത്തരവാദിത്തങ്ങളും പങ്കിട്ടുകൊണ്ട് അവൻ്റെ സന്തത സഹചാരിയായി നായ എന്ന മൃഗം നടത്തുന്ന യാത്ര ഇതെങ്ങനെ ആരംഭിച്ചു എന്നറിയാൻ ചെറുതല്ലാത്ത കൗതുകം എല്ലാവർക്കും കാണും. മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് പൊതുവെ നായ്ക്കളെക്കുറിച്ച് പറയാറുള്ളത്. നായ്ക്കൾ മനുഷ്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല ഫസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് എന്ന് എത്ര പേർക്കറിയാം. ഗുഹാജീവിതം നയിച്ചുകൊണ്ടിരുന്ന പൗരാണിക മനുഷ്യൻ ഈ ഭൂതലത്തിൽ മറ്റേതൊരു ജീവിവർഗത്തെയും കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അവൻ്റെ നെരുപ്പോടിനടുത്ത് വന്നിരുന്ന് തീ കാഞ്ഞ് അവൻ്റെ സുഹൃത്ത് വലയത്തിലേക്ക് കയറി കൂടിയതാണ് ഈ നായ്ക്കൾ. ലോകത്തിൽ എവിടെയൊക്കെ ആർക്കിയോളജിസ്റ്റുകൾ ഉത്ഖനനത്തിലൂടെ മനുഷ്യാസ്ഥികൾ കണ്ടെടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം നിന്ന് അവൻ്റെ വളർത്തുനായ്ക്കളുടെ അസ്ഥികളും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നോർത്ത് സീ, ബാൾട്ടിക് പ്രവിശ്യകളിലെ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള ഉത്ഖനനങ്ങളിൽ അടുക്കള ഭാഗത്തെ കുപ്പയോട് ചേർന്ന് ചെറിയ നായ്ക്കളുടെ അസ്ഥികൾ കണ്ടെടുത്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ്, അയർലൻഡ് എന്നിവിടങ്ങളിൽ നടത്തിയ എക്സ്കവേഷനുകളിലും സമാനമായ തെളിവുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വേട്ടയ്ക്കും മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും അത്യാവശ്യ ഘട്ടങ്ങളിൽ എമർജൻസി ഫുഡ് സപ്ലൈ ആയി പോലും ഇക്കാലങ്ങളിൽ നായ്ക്കൾ മനുഷ്യന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനും നായ്ക്കളും തമ്മിലുള്ള ഈ ബാന്ധവത്തിൻ്റെ തുടക്കം എവിടെ നിന്നായിരിക്കും? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ തുടക്കത്തിൽ തനിക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ മൃഗങ്ങളെയും കണ്ടിരുന്നത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ജീവനും സ്വത്തിനും നാശമുണ്ടാക്കുന്ന ശത്രുക്കൾ എന്ന നിലയ്ക്ക് മാത്രമാണ്. സ്വന്തം നിലനിൽപ്പ് എന്നൊരൊറ്റ പരിഗണന മാത്രമേ അന്ന് മനുഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നായ്ക്കൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കാട്ടിൽ സംഘം ചേർന്നാണ് അവ കഴിഞ്ഞിരുന്നത്. അങ്ങനെയുള്ള നായ്ക്കളുടെ മുന്നിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് പെട്ടുകഴിഞ്ഞാൽ വളഞ്ഞിട്ട് കടിച്ചു തിന്നാൻ നോക്കുമെന്നത് ഉറപ്പാണ്. അന്നത്തെ മനുഷ്യനാകട്ടെ
കല്ലെടുത്തെറിയാനും കുന്തമോ അമ്പോ ഒക്കെ പോലെയുള്ള ചില പ്രാകൃത ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള കഴിവ് വെച്ച് ഈ നായ്ക്കളെ കൊന്ന് തൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമാണ് ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഒരു സൗഹൃദത്തിനുള്ള അവസരം ഉണ്ടായത്? അതിനുള്ള സാധ്യതകൾ പലതാണ് എങ്കിലും അതേക്കുറിച്ച് സങ്കല്പിച്ചു നോക്കാൻ മാത്രമേ നമുക്കാവൂ. ഏതെങ്കിലും നായ്ക്കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ കാട്ടിനുള്ളിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ ആദിമ മനുഷ്യർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി കൊല്ലേണ്ടി വന്നിട്ടുണ്ടാവും. നിസ്സഹായരായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ ചെറിയ പ്രായത്തിലുള്ള തങ്ങളുടെ മക്കൾക്ക് കണ്ടു രസിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ വീട്ടിലെ സാഹചര്യങ്ങളോട് ഈ നായ്ക്കൾ വളരെ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ട് മനുഷ്യൻ അമ്പരന്ന് പോയി കാണും. അവൻ്റെ ഭാര്യ എല്ലുകളോ ഭക്ഷണത്തിൻ്റെ എച്ചിലോ ഒക്കെ ഈ നായ്ക്കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിട്ടുമുണ്ടാവും. കാട്ടിനുള്ളിൽ ഓരോ നേരത്തെയും ഭക്ഷണത്തിന് വേണ്ടി പോരാട്ടങ്ങൾ തന്നെ നടത്തേണ്ടി വന്നിട്ടുള്ള ഈ നായ്ക്കൾക്ക് ആ വീട്ടിൽ നിന്ന് തുടർച്ചയായി ദിവസേന ഭക്ഷണം കിട്ടി തുടങ്ങിയപ്പോഴായിരിക്കും ഇത് തന്നെയാണ് തങ്ങളുടെ അഭയസ്ഥാനമെന്ന് ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവുക. അവിടുത്തെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ആയിരിക്കും നായ ആ വീട്ടുകാരോട് കൂറ് കാണിക്കാൻ തുടങ്ങിയതും വീടിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് തൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതും. ഇങ്ങനെ വളർത്തുമൃഗമായിട്ട് മാറുന്നതിന് മുമ്പ് മനുഷ്യനും നായും തമ്മിൽ നടന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭാഷണം ജസ്റ്റ് സോ സ്റ്റോറീസ് എന്ന പുസ്തകത്തിൻ്റെ ദ കാറ്റ് ദാറ്റ് വാക്ക്ഡ് ബൈ ഹിംസെൽഫ് എന്ന അധ്യായത്തിൽ റുഡ്യാർഡ് കിപ്ലിംഗ് രസകരമായിട്ട് പുനഃസൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ്. ഗുഹയ്ക്കുള്ളിലേക്ക് നടന്നു കയറുന്ന കാട്ടുനായ ഉണങ്ങിയ കുതിരത്തോലിൻ്റെ അടപ്പ് പയ്യെ മൂക്കുകൊണ്ട് പൊക്കി അകത്തിരുന്ന ചുട്ട ആട്ടിറച്ചി മണത്തു നോക്കി. ശബ്ദം കേട്ടുവന്ന മനുഷ്യ സ്ത്രീ ആ ഗുഹയുടെ നാഥ നായയോട് ചോദിച്ചു, കാട്ടിനുള്ളിൽ നിന്ന് വന്ന കാട്ടുജന്തു, പറ നിനക്കെന്തു വേണം? ചോദ്യം കേട്ട കാട്ടുനായുടെ മറുപടി ഇങ്ങനെ, എൻ്റെ ശത്രുവിൻ്റെ ഇണയെ അങ്ങ് കാടകം വരെ എത്തുന്ന ഈ സുഗന്ധം എന്തിൻ്റേതാണ്? അത് കേട്ട മനുഷ്യ സ്ത്രീ ഈ മട്ടൻ റോസ്റ്റിൽ നിന്ന് ഒരു കഷ്ണം എല്ലോടെ എടുത്ത് നായ്ക്ക് നേരെ എറിഞ്ഞു കൊടുത്തുകൊണ്ട്, കാട്ടിനുള്ളിൽ നിന്ന് വന്ന കാട്ടുജന്തു, സ്വാദ് നോക്കി നീ തന്നെ നിശ്ചയിച്ചോ എന്ന് പറയുന്നു. തൻ്റെ നേർക്ക് എറിഞ്ഞു കിട്ടിയ ഇറച്ചി കഷ്ണം കൊതിയോടെ അകത്താക്കി അവന് അത് അന്നോളം ചാപ്പിട്ടതിനേക്കാളൊക്കെ 10 ഇരട്ടി സ്വാദുള്ളതാണ് എന്ന് തോന്നി. എൻ്റെ ശത്രുവിൻ്റെ ഇണയെ ഇപ്പോൾ എനിക്ക് തന്ന പോലെ ഒരെണ്ണം കൂടി തരൂ എന്നായി അപ്പോൾ അവൻ. അത് കേട്ട മനുഷ്യ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, കാടിനുള്ളിൽ നിന്ന് വന്ന കാട്ടുജന്തു, എൻ്റെ പുരുഷൻ്റെ കൂടെ നേരം ഇരുട്ടും വരെ വേട്ടയാടാൻ നീ പോയാൽ, രാത്രി ഇരുട്ടി വെളുക്കും വരെ ഈ ഗുഹയ്ക്ക് കാവൽ കിടന്നാൽ നിനക്ക് എത്ര ചുട്ട ചാപ്സ് വേണമെങ്കിലും ഞാൻ തരും. അത് കേട്ട ആ കാട്ടുനായ ഗുഹയ്ക്കുള്ളിലേക്ക് നൂണ്ട് കയറി മനുഷ്യ സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ, എൻ്റെ സുഹൃത്തിൻ്റെ ഇണയെ, ഞാൻ നിങ്ങളുടെ പുരുഷനെ പകലന്തിയോളം വേട്ടയാടാൻ സഹായിച്ചു കൊള്ളാം. രാത്രി നിങ്ങൾ തളർന്നുറങ്ങുന്ന നേരത്ത് നിങ്ങളുടെ ഗുഹയ്ക്ക് കാവലും കിടന്നോളാം. അടുത്ത ദിവസം രാവിലെ പൗരാണിക മനുഷ്യൻ കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിൽ അതാ ഒരു കാട്ടുനായ. അതുകൊണ്ട് ആശ്ചര്യപ്പെട്ട് അയാൾ തൻ്റെ ഇണയോട് ചോദിക്കുന്നു, ഈ കാട്ടുനായ നമ്മുടെ ഗുഹയ്ക്കുള്ളിൽ എന്തെടുക്കുകയാണ്? അപ്പോൾ മനുഷ്യ സ്ത്രീയുടെ മറുപടി, ഇവൻ്റെ പേര് ഇനിമേൽ കാട്ടുനായ എന്നല്ല, ഇവൻ നിൻ്റെ ആദ്യത്തെ സുഹൃത്താണ്. നാളെ നീ വേട്ടയ്ക്ക് പോകുമ്പോൾ ഇവനെയും വിളിക്കാൻ മറക്കരുത്. അവൻ എന്നേക്കുമായി ഇനി നമുക്കൊപ്പം കാണും. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നടന്നത് എന്ന് ഊഹിക്കാൻ മാത്രമേ നമുക്കാവൂ. നമ്മുടെ ലിഖിത ചരിത്രത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ നായ്ക്കൾ എഴുത്തിലും ചിത്രങ്ങളിലുമായി ഇടം പിടിച്ചിട്ടുണ്ട്. നായ്ക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പഴയൊരു മിത്ത് ഇങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും അതിലെ എണ്ണമറ്റ ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ശേഷം ദൈവം തൻ്റെ മാസ്റ്റർ പീസ് സൃഷ്ടി നടത്തി. അതായിരുന്നു മനുഷ്യൻ. എന്നാൽ ദൈവം വിചാരിച്ചത്ര നല്ല പ്രകടനമല്ല ഒരു ജീവിവർഗം എന്ന നിലയ്ക്ക് മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടെ വെറുപ്പും ദേഷ്യവും ഒക്കെ കലർന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് ദൈവം മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കും ഇടയിൽ ഒരു വിള്ളൽ തന്നെ സൃഷ്ടിച്ചു. അനുനിമിഷം വലുതായി വന്നുകൊണ്ടിരുന്ന ആ വലിയ വിള്ളലിൻ്റെ ഒരു വശത്ത് മനുഷ്യർ, മറുവശത്ത് ബാക്കി മൃഗങ്ങൾ. മൃഗങ്ങൾക്കൊപ്പമായിരുന്നു നായും ആദ്യം നിന്നിരുന്നത്. വിള്ളൽ വലുതായി വന്ന് ഒരു ഗർത്തമായി മാറുന്നത് സൂക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടാണ് നായ അക്കരെ നിൽക്കുന്നത്. വിള്ളൽ വലുതായി വരുന്നതിനിടയ്ക്ക് നിമിഷ നേരത്തെ എന്തോ പ്രേരണയുടെ പേരിൽ നായ അപ്പുറത്ത് നിന്ന് ഇപ്പുറം മനുഷ്യൻ നിൽക്കുന്ന സൈഡിലേക്ക് ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുക്കുന്നു. മനുഷ്യരോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എന്തോ അടുപ്പമാണ് അന്ന് നായയെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് എന്നും അന്നത്തെ ആ ഒരു ചാട്ടത്തിന് ശേഷം ഇന്നുവരെ നായ മനുഷ്യൻ്റെ കൂടെ തന്നെ അടിയുറച്ച് നിലകൊള്ളുകയാണ് എന്നും ഈ പഴങ്കഥ പറഞ്ഞു വയ്ക്കുന്നു. നായ്ക്കൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ചരിത്രരേഖകൾക്ക് സത്യത്തിൽ 5000 വർഷത്തോളമേ പഴക്കമുള്ളൂ. ഈജിപ്തിൽ നായ്ക്കളെ കണ്ടിരുന്നത് കൂറിൻ്റെ പ്രതീകമെന്നാണ്. വളർത്തുനായ്ക്കൾ മരിച്ചാൽ വീട്ടിലെല്ലാവരും താടിയും മുടിയും എല്ലാം എടുത്ത് അനുശോചിച്ചിരുന്നുവെന്ന്. അസീരിയയിൽ വീടുണ്ടാക്കുമ്പോൾ കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടി മുൻവാതിലിൻ്റെ ഇരുവശത്തുമായി ടെറാക്കോട്ടയിൽ തീർത്ത ചെറിയ ശ്വാന രൂപങ്ങൾ അടക്കം ചെയ്യുമായിരുന്നു. ഈജിപ്തുകാർക്ക് ശ്വാനർ ദൈവം തന്നെയായിരുന്നു. നായയുടെ തലയും മനുഷ്യൻ്റെ ഉടലും ചേർന്ന് അനൂബിസ് എന്നു പേരായ ദൈവത്തിൻ്റെ ചിത്രങ്ങൾ അവരുടെ ക്ഷേത്ര ചുവരുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉത്ഖനനങ്ങളിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നൈൽ നദീതീരത്ത് സ്ഥാപിതമായ സൈനോപോളിസ് നഗരം തന്നെ അനൂബിസ് ദേവന് സമർപ്പിതമാണ്. അവിടെ നടന്നിരുന്ന ഉത്സവങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള നായ്ക്കളെ ബലി കൊടുക്കപ്പെട്ടു.
ശേഷം അവയെ മമ്മിഫൈ ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ശ്വാന ശ്മശാനങ്ങളിൽ അടക്കുകയും ചെയ്തിരുന്നു അന്നവർ. നായ്ക്കളെ ഏറെ ശ്രേഷ്ഠമായി കണ്ടിരുന്ന സംസ്കാരങ്ങളിൽ മറ്റൊന്ന് പുരാതന എത്യോപ്യയിലേതായിരുന്നു. നായ്ക്കളോട് അത്യന്തം ബഹുമാനത്തോടെ പെരുമാറുന്നതിന് പുറമെ അവർ നായ്ക്കളിൽ ഒന്നിനെ തങ്ങളുടെ രാജാവായിട്ടും വാഴിച്ചിരുന്നു. അങ്ങനെ വെറുതെ വാഴിക്കുകയല്ല, കൊട്ടാരങ്ങളിൽ പടത്തലവന്മാരും പരിചാരകരും അടങ്ങുന്ന വലിയൊരു സംഘം ആളുകളുടെ പരിചരണയിൽ കൊണ്ടു നടക്കുകയും ചെയ്യുമായിരുന്നു ഈ ശ്വാന രാജാവിനെ അവർ. ശ്വാനർക്ക് രാജയോഗം ഉണ്ടായിരുന്നത് പക്ഷേ എത്യോപ്യയിൽ മാത്രമല്ല, അങ്ങ് ഡെൻമാർക്കിലും ഉണ്ടായിരുന്നു. ഉയിസ്റ്റീൻ എന്നു പേരായ ഒരു ഡാനിഷ് രാജാവ് പുരാതന നോർവേയുടെ തലസ്ഥാനമായ ട്രോണ്ടയും ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഭരണകർത്താവായിട്ട് 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ രാജാവിൻ്റെ ഒരു അടിമയെ ഇവരെ ഭരിക്കാൻ ഏർപ്പെടുത്താം, അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായ സോർ ഇവരെ ഭരിക്കും. നോർവീജിയൻ ജനത അന്ന് തങ്ങളുടെ രാജാവായിട്ട് തിരഞ്ഞെടുത്തത് സോറിനെയാണ്. ആ ശ്വാനനെ അവർ കഴുത്തിൽ സ്വർണ്ണക്കോളർ പിടിപ്പിച്ച് പല്ലക്കിൽ ചുമന്നു നടന്നു. അവൻ്റെ കാൽപാദത്തിൽ ചെളി പുരളാൻ പോലും അന്നവർ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഈ സോർ രാജാവിൻ്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു. പരിചാരക പ്രഭുതികളുടെ കണ്ണുവെട്ടിച്ച് ഒരു നാൾ അവൻ അറിയാതെ കാടിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് അവനെ വളഞ്ഞ് അവൻ്റെ റോയൽ പ്രിവിലേജുകളെക്കുറിച്ച് വേണ്ടത്ര നിശ്ചയമില്ലാതിരുന്ന ഒരു പറ്റം ചെന്നായ്ക്കൾ ചേർന്ന് നിർദ്ദയം കടിച്ചു കൊന്നുകളഞ്ഞു അവനെ. സെമിറ്റിക് സംസ്കാരങ്ങളിൽ നായ വ്രതശുദ്ധികളില്ലാത്ത വെറുക്കപ്പെട്ട ജന്മമായിരുന്നു. ജൂതർക്കും മുസ്ലിങ്ങൾക്കും ശ്വാനർ ഒരുപോലെ വിലക്കപ്പെട്ട ജന്തുക്കളായിരുന്നു. ഹൈന്ദവ പുരാണങ്ങളിൽ പക്ഷേ നായ്ക്കൾക്ക് ചെറുതല്ലാത്ത സ്ഥാനമുണ്ടായിരുന്നു. മഹാഭാരതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു നായയിലാണ്. ചൈനീസ് ജ്യോതിഷത്തിൽ അവർ ആദരപൂർവ്വം കാണുന്ന 12 മൃഗങ്ങളിലൊന്ന് നായയാണ്. പുതുവർഷത്തിലെ 2-ാം ദിവസം നായയുടെ പിറന്നാളായിട്ടാണ് ചൈനക്കാർ കാണുന്നത്. അവരുടെ മിത്തോളജിയിൽ പാൻഹു എന്ന പേരിൽ മനുഷ്യരൂപം പൂണ്ട് രാജകുമാരിയെ പരിഗ്രഹിച്ച ഒരു വ്യാളി ശ്വാനനുണ്ട്. പൗരാണിക ഗ്രീക്കുകാരും റോമക്കാരും നായ്ക്കളെ അവരുടെ യജമാന്മാർ മരിച്ചാൽ കൂട്ടത്തിൽ ബലി കൊടുക്കുമായിരുന്നു. അന്നത്തെ അവരുടെ 2 നക്ഷത്രക്കൂട്ടങ്ങളുടെ പേരുകൾ പോലും നായ്ക്കളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ഗ്രീക്ക് ചിന്തകനായ പൈത്തഗോറസ് കരുതിയിരുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് എടുക്കുമ്പോൾ അവൻ്റെ ആത്മാവ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മൃഗത്തിലേക്ക് ആവാഹിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് തൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലുമൊക്കെ മരിക്കാറായി എന്ന് കണ്ടാൽ അദ്ദേഹം വളർത്തുനായ്ക്കളിൽ ഒന്നിനെ അയാളുടെ മരണക്കിടയ്ക്ക് കരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു. മരണപ്പെടുന്ന മനുഷ്യരുടെ ആത്മാവിനെ വഹിക്കാൻ നായെപ്പോലെ യോഗ്യതയുള്ള മറ്റൊരു മൃഗമില്ല എന്നായിരുന്നു പൈത്തഗോറസിൻ്റെ വിചാരം. അപൂർവമായ ശാരീരിക ശേഷികളും സാമൂഹിക ബുദ്ധിയും ചേർന്നൊരു ജീവിവർഗമാണ് നായ്ക്കൾ. ഓടാനും ചാടാനും വേഗത്തിൽ ദിശ മാറ്റാനും മനുഷ്യരുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇവയ്ക്ക് അസാധാരണമായ കഴിവുകളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ കൂടെ വേട്ടയാടിയിരുന്ന പൂർവികരിൽ നിന്നാണ് ഇന്നത്തെ വളർത്തുനായ്ക്കളുടെ രൂപവും സ്വഭാവവും ഒക്കെ വികസിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിപ്പത്തിലും തൂക്കത്തിലും നായ്ക്കൾക്ക് വലിയ വൈവിധ്യമുണ്ട്. ചില ചെറിയ ഇനങ്ങൾക്ക് 2 മുതൽ 3 കിലോ വരെ മാത്രമാണ് ഭാരമെങ്കിൽ വലിയ ഇനങ്ങൾക്ക് 50 മുതൽ 70 കിലോ വരെ ഭാരമുണ്ടാകാറുണ്ട്. മനുഷ്യരുടെ ശരീരത്തിൽ 206 അസ്ഥികളുണ്ടെങ്കിൽ നായ്ക്കളുടെ ശരീരത്തിൽ ഏതാണ്ട് 319 അസ്ഥികളുണ്ട്. അതിൽ തന്നെ വാലിൻ്റെ നീളത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. നായ്ക്കളുടെ സ്കെലിറ്റൽ സിസ്റ്റം തന്നെ വളരെ ശക്തവും ചലനക്ഷമവുമാണ്. പ്രത്യേകിച്ച് അവരുടെ നട്ടെല്ലും ഇൻ്റർവെർട്ടബിൾ ഡിസ്കും വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഓടുമ്പോൾ ശരീരം നീട്ടിച്ചുരുക്കി ഡബിൾ സസ്പെൻഷൻ ഗാലപ്പ് എന്ന് വിളിക്കുന്ന രീതിയിൽ മുന്നോട്ട് ആഞ്ഞു കുതിക്കാൻ ഇവർക്കാകും. നായ്ക്കളുടെ നടത്തം ഡിജിറ്റിഗ്രേറ്റ് സ്ട്രൈഡ് എന്ന രീതിയിലാണ്. അതായത് ഇവർ ടോകളിൽ ഊന്നിയാണ് നടക്കുന്നത്. ഇത് കാരണം ഇവയ്ക്ക് വേഗത്തിൽ ഓടാനും ശബ്ദമില്ലാതെ നീങ്ങാനും പെട്ടെന്ന് തിരിയാനും ഒക്കെ കഴിയും. മനുഷ്യരുടെ പോലെ മുഴുവൻ പാദവും നിലത്തു വയ്ക്കുന്ന പ്ലാന്റിഗ്രേറ്റ് സ്ട്രൈഡ് ഇവർക്കില്ല. ഇതേ ഘടനയാണ് ചീറ്റ പോലെയുള്ള അതിവേഗ ജീവികളിലും നമുക്ക് കാണാനാവുക. നായ്ക്കളുടെ കാലടികളിൽ മൃദുവായിട്ടുള്ള പാഡുകളുണ്ട്. അതവരെ ശബ്ദമൊന്നുമില്ലാതെ നടക്കാൻ സഹായിക്കുകയും ഓട്ടത്തിന് ഒരു ഷോക്ക് അബ്സോർപ്ഷൻ നൽകുകയും ചെയ്യുന്നു. അവരുടെ നഖങ്ങൾ പക്ഷേ പിൻവലിക്കാനാവുന്നവയല്ല, എല്ലായ്പ്പോഴും അവ പുറത്തായിരിക്കും. ഈ നഖങ്ങൾ ഘർഷണം വർദ്ധിപ്പിക്കുകയും ഓടുമ്പോൾ തെന്നൊന്ന് ഒഴിവാക്കാനും പിടിച്ചു നിൽക്കാനും എളുപ്പത്തിൽ കുഴിയെടുക്കാനും സ്വയം പ്രതിരോധിക്കാനുമൊക്കെ നായ്ക്കളെ സഹായിക്കുകയും ചെയ്യുന്നു. നായ്ക്കളുടെ ശരീരത്തിലെ പേശികൾ വളരെ ശക്തമാണ്. ഹൈൻഡ് ലിംബ് മസിൽസ് ആണ് അവയെ മുന്നോട്ട് കുതിക്കാൻ പ്രധാനമായിട്ടും സഹായിക്കുന്നത്. തുടയിൽ ഉൾപ്പെടെയുള്ള എല്ലുകൾ പേശികളുടെ കട്ടിയുള്ള കവചത്തിൽ പൊതിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അവയ്ക്ക് വേഗത്തിൽ ഓടാനും ഏറെ ദൂരം താണ്ടാനും കഴിയുന്നത്. ചില വർക്കിംഗ് ബ്രീഡ് ഡോഗുകൾ മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് ഓടാൻ പോലും കഴിവുള്ളവയാണ്. അതാണ് നായ്ക്കളുടെ എൻഡ്യൂറൻസ് അഡാപ്റ്റേഷൻ. നായ്ക്കളുടെ ശരീരത്തിലെ രോമങ്ങൾ സാധാരണയായിട്ട് 2 പാളികളായിട്ടാണ് ഉണ്ടാവുക. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള അണ്ടർകോട്ട് ലെയറും ഗാർഡ് ഹെയർ എന്ന പുഴമയ്ക്കുള്ള കോട്ടിങ്ങും. ഈ ഡബിൾ കോട്ടാണ് അവരെ തെർമോ റെഗുലേഷൻ, അതായത് ചൂടിലും തണുപ്പിലും ശരീര താപനില നിയന്ത്രിച്ച് അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. നായ്ക്കളുടെ മൂക്ക് അവയുടെ ഏറ്റവും ശക്തമായ അവയവമാണ്. മനുഷ്യർക്കുള്ളത് ഏകദേശം 50 ലക്ഷം സ്മെൽ റിസപ്റ്റേഴ്സ് ആണെങ്കിൽ നായ്ക്കൾക്കത് 20 മുതൽ 30 കോടി വരെ ഉണ്ടാകും. അവരുടെ ഓൾഫാക്ടറി ബൾബ്, അതായത് മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗം മനുഷ്യ മസ്തിഷ്കത്തിനുള്ളതിനേക്കാൾ ഏകദേശം 40 മടങ്ങിലധികം സുപ്പീരിയർ ആണ്. അതുകൊണ്ടാണ് മണം പിടിക്കുന്നതിലും മണം തിരിച്ചറിയുന്നതിലും നായ്ക്കൾ അസാമാന്യമായിട്ടുള്ള കഴിവ് കാണിക്കുന്നത്. അതുപോലെ നായ്ക്കളുടെ ചെവികളും വളരെ സെൻസിറ്റീവാണ്.
മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്തത്ര ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദങ്ങളും ഇവയ്ക്ക് കേൾക്കാനാകും. ചില നായ്ക്കൾക്ക് 60,000 ഹെർട്സ് വരെ ശബ്ദം കേൾക്കാൻ സാധിക്കുമെന്നാണ് പറയുക. അതുകൊണ്ടാണ് പല നേർത്ത ശബ്ദങ്ങൾക്കും അവർ ഉടനെ പ്രതികരിക്കുന്നത്. അതുപോലെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ നായ്ക്കളെ വളരെ എളുപ്പത്തിൽ അസ്വസ്ഥരാക്കും. ഉദാഹരണത്തിന് ഉത്സവങ്ങളിൽ നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ അതിന് ശബ്ദം കേട്ട് പേടിച്ച് വീടുകളിൽ നിന്ന് മൈലുകൾ ദൂരേക്ക് വരെ ഓടിപ്പോകുന്ന വളർത്തുനായ്ക്കളുടെ അവസ്ഥയ്ക്ക് കാരണം ഇതുതന്നെയാണ്. കാഴ്ചശക്തിയുടെ കാര്യത്തിലും നായ്ക്കൾ മനുഷ്യരെക്കാൾ ഏറെ വ്യത്യസ്തരാണ്. അവർക്ക് ലോ ലൈറ്റ് വിഷൻ ഉണ്ട്. പക്ഷെ മനുഷ്യരെ പോലെ എല്ലാ നിറങ്ങളൊന്നും അവർക്ക് തിരിച്ചറിയാനാവില്ല. അവയ്ക്ക് വർണ്ണാന്തതയുണ്ട്. നീലയും മഞ്ഞയുമാണ് നായ്ക്കൾക്ക് പ്രധാനമായിട്ടും തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങൾ. എന്നാൽ ചുവപ്പ്, പച്ചവെള്ള നിറങ്ങൾ അവ മങ്ങിയേ കാണൂ. അതുകൊണ്ടാണ് ബ്ലൂയി എന്ന പ്രസിദ്ധമായിട്ടുള്ള ഓസ്ട്രേലിയൻ കാർട്ടൂണിൽ നായ്ക്കൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ നീലയും മഞ്ഞയും പ്രധാന നിറങ്ങളാക്കിയിരിക്കുന്നത്. അവയുടെ കണ്ണിൽ ടാപ്പറ്റം ലൂസിഡം എന്ന ലെയർ ഉള്ളതുകൊണ്ട് ഇരുട്ടിലും അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാനാകും. കൂടാതെ നായകളുടെ കണ്ണുകൾ മോഷൻ ഡിറ്റക്ഷന് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ചെറിയ ചലനങ്ങൾ പോലും അവ പെട്ടെന്ന് തിരിച്ചറിയും. നായ്ക്കൾ സാമൂഹിക ജീവികളാണ്. പാക്ക് ജീവിതത്തിൽ നിന്നുണ്ടായതാണ് അവയുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യരെ സ്വന്തം കുടുംബമായിട്ട് കാണുകയും അവരോട് വിശ്വസ്തത പുലർത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിൻ്റെ സാന്നിധ്യം മനുഷ്യരും നായ്ക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബോണ്ടിങ് ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിലും നായ്ക്കൾ വളരെ കാര്യക്ഷമരാണ്. പെണ്ണായ സാധാരണയായി വർഷത്തിൽ 2 തവണ ഹീറ്റ് സൈക്കിളിലേക്ക് കടക്കും. ഒറ്റ പ്രസവത്തിൽ 4 മുതൽ 8 വരെ കുഞ്ഞുങ്ങളുണ്ടാകാം. ഗർഭകാലം ഏകദേശം 58 മുതൽ 68 വരെ ദിവസമാണ്. നായ്ക്കളിൽ ഓവുലേഷൻ നടക്കുന്നത് ഹോർമോണൽ സൈക്കിളിനനുസരിച്ചാണ്. കൂടാതെ മീറ്റിംഗ് കഴിഞ്ഞാൽ സ്പേം സ്റ്റോറേജ് പോലുള്ള പ്രത്യേക ജൈവിക പ്രക്രിയകളും ഇവയ്ക്കുണ്ട്. പുതുതായി ജനിക്കുന്ന നായ്ക്കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കാൻ 10 മുതൽ 14 ദിവസം വരെ എടുക്കാം. തുടക്കത്തിൽ അവ പൂർണ്ണമായും അമ്മയെ ആശ്രയിച്ചു മാത്രമാണ് ജീവിക്കുന്നത്. മുലപ്പാൽ അവയുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും അത്യാവശ്യമാണ്. ഇതിൽ തന്നെ കൊളസ്ട്രോം എന്ന ആദ്യത്തെ പാൽ ആൻറ്റിബോഡികൾ കൊണ്ട് സമ്പുഷ്ടമാണ്. നായ്ക്കൾ ഒമ്നിവോസ് ആണെങ്കിലും അവയുടെ ആഹാരത്തിൽ പ്രോട്ടീൻ വളരെ പ്രധാനമാണ്. ദഹനവ്യവസ്ഥ കാർണിവോറസ് ആയിട്ടുള്ള ആൻസെസ്റ്റേഴ്സിൻ്റെ ഘടനയിൽ രൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഇവർക്ക് വേണ്ടി വരുന്നത്. ഇനി ആയുഷിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെറിയ ഇനങ്ങൾ 12 മുതൽ 16 വർഷം വരെ ജീവിക്കുമ്പോൾ വലിയ ഇനങ്ങൾക്ക് സാധാരണ 8 മുതൽ 12 വർഷം വരെ മാത്രമേ ആയുസ് ഉണ്ടാകാറുള്ളൂ. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച നായയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ബ്ലൂയി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ കാറ്റിൽ ഡോഗാണ്. 1910 മുതൽ 1939 വരെ ഏകദേശം 29 വർഷമാണ് ബ്ലൂയി ജീവിച്ചിരുന്നിട്ടുള്ളത്. അതേസമയം 1 dog year is equal to 7 human years എന്ന് പൊതുവെ പറയപ്പെടുന്നത് ശാസ്ത്രീയമായിട്ട് അത്ര ശരിയല്ല. നായ്ക്കൾ ആദ്യ വർഷങ്ങളിൽ വേഗത്തിൽ പ്രായമാവുകയും പിന്നീട് അത് മന്ദഗതിയിലാവുകയും ചെയ്യുന്നു എന്നാണ് കണക്ക്. ശാസ്ത്രജ്ഞർ DNA മെത്തിലേഷൻ പഠനങ്ങൾ വഴി നിർദ്ദേശിക്കുന്ന കൂടുതൽ കൃത്യമായിട്ടുള്ള സൂത്രവാക്യം ഹ്യൂമൻ ഏജ് ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് ഡോഗ്സ് ഏജ് പ്ലസ് 31 എന്നതാണ്. ചുരുക്കത്തിൽ 5 വയസ്സുള്ള നിങ്ങളുടെ നായയും 50 വയസ്സ് കഴിഞ്ഞ നിങ്ങളുടെ അമ്മാവനും സമപ്രായക്കാരാണ് എന്ന് സാരം. പക്ഷേ ഇത് ഏകദേശമായിട്ടുള്ള താരതമ്യം മാത്രമാണ്. ഇനവും വലിപ്പവും അനുസരിച്ച് പ്രായമാകുന്ന വേഗം നായ്ക്കളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. നായ്ക്കൾ പൂച്ചകളെ പോലെ സ്വയം ഗ്രൂമിംഗ് ചെയ്യുന്നവരല്ലെങ്കിലും അവർ സ്വയം ശരീരം നക്കിയും വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ഗ്രൂമിങ്ങിന് വളർത്തു നായ്ക്കൾക്ക് മനുഷ്യരുടെ സഹായം അത്യാവശ്യമാണ്. പ്രായം കൂടുന്നതോടെ നായ്ക്കൾക്കും മനുഷ്യരെ പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും വരാം. ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, വിഷൻ ലോസ്, കോഗ്നിറ്റീവ് ഡിക്ലൈൻ, ഡോഗ് ഡിമെൻഷ്യ എന്നിവ സാധാരണമാണ്. നായ്ക്കളുടെ ചില സ്വഭാവ രീതികൾ വളരെ വിചിത്രമാണ്. നായ്ക്കളെ വളർത്തുന്നവർക്ക് അവ കണ്ട് നല്ല പരിചയം കാണും. ചിലതൊക്കെ കണ്ടാൽ മനസ്സിലാവുമെങ്കിലും നായ്ക്കൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അമ്പരം നിന്നു പോകാറുണ്ട്. അത്തരത്തിലുള്ള ചില നായ്പെരുമാറ്റങ്ങളും അവയ്ക്ക് പിന്നിലെ രസകരമായിട്ടുള്ള ചില വസ്തുതകളുമാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ടെയിൽ ചേസിങ് അഥവാ സ്വന്തം വാലിന് പിന്നാലെയുള്ള ഓട്ടമാണ്. അത് നായ്ക്കുട്ടികൾക്കും മുതിർന്ന നായ്ക്കൾക്കും 2 തരത്തിലാണ്. തീരെ ചെറിയ നായ്ക്കൾക്ക് വാല് സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നറിയില്ല. അത് ശരീരത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കളിപ്പാട്ടം മാത്രമാണ് അവർക്ക്. കുഞ്ഞു നായ്ക്കൾ വാല് ചേസ് ചെയ്യുന്നത് അവരുടെ കൗതുകത്തിൻ്റെ പേരിലും പിന്നെ പ്രെഡേറ്ററി മോട്ടോർ പാറ്റേണുകൾ പരിശീലിക്കാനും വേണ്ടിയാണ്. മുതിർന്ന നായ്ക്കളുടെ കാര്യത്തിൽ അത് അവർക്ക് ചുമ്മാ ഇരുന്ന് ബോറടിക്കുമ്പോൾ കലോറി ബേൺ ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉണർവുണ്ടാക്കാനും അവർ അതിനെ പ്രയോജനപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, നായ്ക്കൾ അവരുടെ ഉടമസ്ഥരെ വല്ലാതെ നിരീക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഒരിക്കൽ അവർ വാല് ചേസ് ചെയ്യുന്നത് കണ്ട് നമ്മൾ ചിരിക്കുകയോ കൈയടിക്കുകയോ ഒക്കെ ചെയ്താൽ അവരതപ്പോൾ തന്നെ നോട്ട് ചെയ്യും. ഇനി നമ്മൾ അതിൻ്റെ പേരിൽ അവരെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർ വീണ്ടും അതേ ബിഹേവിയർ ആവർത്തിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരുതരം അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ കൂടിയാണ് ഈ ടെയിൽ ചേസിങ്. വേറെ ഒരു കാരണം കൂടി ഈ നിർത്താതെയുള്ള ടെയിൽ ചേസിങ്ങിനുണ്ട്. അത് ചിലപ്പോൾ വാലിനോട് ചേർന്നുള്ള ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ചെള്ള് കയറിക്കൂടി ചൊറിച്ചിലെടുക്കുകയോ അല്ലെങ്കിൽ സ്കിന്നിന് അലർജി വരികയോ അല്ലെങ്കിൽ നായയുടെ മലദ്വാരത്തിൽ ഒരു ഇൻഫെക്ഷൻ വരികയോ അതുമല്ലെങ്കിൽ ചില പ്രത്യേകതരം ന്യൂറോ പ്രശ്നങ്ങൾ അവയെ അലട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴും നായ്ക്കൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വാല് ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്.
വല്ലപ്പോഴും ആകുമ്പോൾ ഇത് കാണാനൊരു രസമൊക്കെ ഉണ്ടെങ്കിലും ഈ ബിഹേവിയർക്ക് അടുത്താൽ അത് കനൈൻ കമ്പൾസീവ് ഡിസോർഡർ അഥവാ CCD എന്ന രോഗാവസ്ഥയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ മനുഷ്യർ കാണുന്ന OCD പോലെയുള്ള ഡിസോർഡർ തന്നെയാണ് ഇതും. അങ്ങനെ വരുന്ന പക്ഷം നല്ലൊരു വെറ്ററിനറി ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ തേടേണ്ടതാണ്. നായ്ക്കളുടെ രണ്ടാമത്തെ പ്രധാന സ്വഭാവം ഫേസ് ലിക്കിംഗ് ആണ്. ഇഷ്ടമുള്ളവരുടെ മുഖം നായ്ക്കൾ വന്ന് നക്കി തോർത്തും. നായ്ക്കൾ പരസ്പരം ഇത് ചെയ്യുന്നത് കുറവാണ്. അവർ യജമാനർ അത് കരുതുന്നവരോട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുക. ഇതിൻ്റെ തുടക്കം കാട്ടിൽ നിന്നാണ്. ചെന്നായ്ക്കളുടെ കുഞ്ഞുങ്ങൾ അമ്മമാരുടെ മുഖത്ത് നിന്ന് നക്കുന്നത് അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് അറിയിക്കാനാണ്. മുഖത്ത് നക്കുമ്പോൾ നായ്ക്കൾക്ക് അവരുടെ അസാമാന്യ ഘ്രാണശക്തി വെച്ച് ഒരുപാട് വിവരങ്ങൾ കിട്ടും. നിങ്ങൾ അടുത്തെങ്ങാനും ഫുഡ് കഴിച്ചിട്ടുണ്ടോ, എങ്കിൽ എന്താണ് ആ വീട്ടിൽ ഉണ്ടാക്കിയത്, നിങ്ങൾ ഇപ്പോഴത്തെ മാനസിക നില എന്താണ് എന്നൊക്കെ ഈ നായ്ക്കൾക്ക് മുഖത്ത് നക്കി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് അവരുടെ ഒരു വികാര പ്രകടനം കൂടിയാണ്. വളരെ വേഗത്തിൽ ആവേശത്തോടെയാണ് ഈ മുഖം നക്കുന്നതെങ്കിൽ ഒന്നുകിൽ അവർ നിങ്ങളുടെ സംഭ്രമം അല്ലെങ്കിൽ സങ്കടം കണ്ട് സ്ട്രെസ്സിലായിട്ട് അല്ലെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നർത്ഥം. സ്വയം കാം ഡൗൺ ആവാൻ അല്ലെങ്കിൽ നിങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നക്കൽ നായ ചെയ്യുന്നത്. ഇനി വളരെ പതുക്കെ മെത്തഡിക്കലായിട്ടുള്ള ലിക്കിംഗ് ആണെങ്കിൽ അത് ഗ്രൂമിംഗ് അല്ലെങ്കിൽ ബോണ്ടിങ്ങിൻ്റെ ലക്ഷണമാണ്. നായ്ക്കൾക്ക് ഉടമസ്ഥരോടുള്ള അടുപ്പം ഇത് സൂചിപ്പിക്കും. ഭക്ഷണം കഴിഞ്ഞ ഉടനെയാണ് വന്ന് നക്കുന്നതെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചത് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അവരുടെ ശ്രമമാണത്. നമ്മുടെ വായുടെ ഒരു മൂലയ്ക്കിൽ മാത്രമാണ് ലിക്കിംഗ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനർത്ഥം ഒരു സബ്മിഷനാണ്. ഒരു തരത്തിലും അവർ നിങ്ങൾക്ക് ഭീഷണിയല്ല എന്ന് ഈ ആക്ഷൻ കൊണ്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നായ്ക്കളിൽ വളരെ വിചിത്രമായ മറ്റൊരു പ്രകൃതവിശേഷമുള്ളത് സൂമീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രെനറ്റിക് റാൻഡം ആക്ടിവിറ്റി പീരിയഡ്സ് ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം ഊർജ്ജം ചെലവിടാൻ വേണ്ടി നായ്ക്കൾ തലങ്ങും വിലങ്ങും ഓടുന്ന ഒരു പരിപാടിയാണിത്. ഇതും വീട്ടിലെ നായ്ക്കളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അടുത്ത രസകരമായിട്ടുള്ളൊരു നായപ്പെരുമാറ്റം മലവിസർജനത്തിന് ശേഷം കാലുകൊണ്ട് മണ്ണ് മാന്തിയിടുന്നതാണ്. ഗ്രൗണ്ട് സ്ക്രാച്ചിങ് എന്നും സ്ക്രേപ്പ് മാർക്കിംഗ് എന്നും പല പേരുകളിൽ അതറിയപ്പെടുന്നുണ്ട്. ഒറ്റനാട്ടത്തിൽ ഇട്ട കാട്ടം ആരും കാണാതിരിക്കാൻ നാണക്കേട് കൊണ്ട് മണ്ണിട്ട് മൂടുന്നതാണ് എന്ന് തോന്നാം. എന്നാൽ ഈ കിക്കിംഗ് നായ്ക്കൾ നടത്തുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം സെൻഡ് മാർക്കിംഗ് അഥവാ ഫെറമോൺ പോസ്റ്റാണ്. നായ്ക്കളുടെ കാൽവെള്ളയിൽ ചില പ്രത്യേക സ്രവങ്ങൾ പുറപ്പെടുവിക്കുന്ന സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. ഇങ്ങനെ തറയിൽ ചവിട്ടുകയും മാന്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥികളിൽ നിന്ന് ഫെറോമോണുകൾ റിലീസ് ചെയ്യപ്പെടും. ഗ്രൗണ്ട് സ്ക്രാച്ചിങ്ങിലൂടെ തറയിലുണ്ടാകുന്ന നഖപ്പാടുകളും ഒപ്പം ഗ്രന്ഥികൾ പൊഴിച്ച ഫെറോമോണും ഒക്കെ നായ്ക്കൾക്കുള്ള ടെറിട്ടറി മാർക്കിംഗ് ആണ്. ഇതെൻ്റെ ഏരിയ ആണ് എന്ന പ്രഖ്യാപനം. ഫെറോമോണുകളുടെ ഗന്ധം ക്രമേണ ഇല്ലാതായാലും മാന്തലിൻ്റെ പാടുകളിലൂടെ ആ ക്ലെയിം അവശേഷിക്കും. എന്നാൽ പൂച്ചകൾ ചെയ്യുന്നത് ഇതിൻ്റെ നേരെ എതിരായിട്ടുള്ള പരിപാടിയാണ്. വേട്ടക്കാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി അവർ മണ്ണ് മാന്തിയിട്ട് വിസർജ്യം ഒളിപ്പിക്കാനാണ് ശ്രമിക്കുക. നായ്ക്കളുടെ പ്രകൃതങ്ങളിൽ ശ്രദ്ധേയമായ മറ്റൊന്ന് വിശ്രമത്തിന് മുമ്പ് വിശ്രമസ്ഥലത്തെ 2-3 തവണ ചുറ്റി അദൃശ്യമായിട്ടുള്ളൊരു രേഖ ചുറ്റിലും ഉണ്ടാക്കുന്ന ശീലമാണ്. ഇത് വളർത്തു നായ്ക്കളിൽ വളരെ പ്രകടമാണ്. ഇതും നായ്ക്കൾക്ക് തങ്ങളുടെ പൂർവികരിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ശീലമാണ്. നായ്ക്കളുമായി അടുത്ത് പെരുമാറിയവരാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യൻ ഒരുപോലെ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് നായ്ക്കളുടെ കുര. പൊതുവിൽ അവയ്ക്ക് പരിചയമില്ലാത്ത ഒരാൾ തങ്ങളുടെ അധികാരപരിധിയിൽ കാലെടുത്തു വെച്ചു എന്ന് മനസ്സിലാകുന്നതിൻ്റെ അടുത്ത നിമിഷം മുതൽ നായ്ക്കൾ കുരച്ചു തുടങ്ങും. തങ്ങളുടെ കൂട്ടത്തെ സംരക്ഷിക്കുവാനും പ്രതികൂല സാഹചര്യങ്ങളെ കൂട്ടത്തോടെ ഏതു വിധേനയും അതിജീവിക്കാനുമുള്ള അവയുടെ സഹജാവബോധമാണ് ഈ കുരയിലൂടെ വെളിവാകുന്നത്. അടുത്ത ബിഹേവിയർ പുല്ലുതീറ്റയാണ്. നായ്ക്കൾ പുല്ല് തിന്നുന്നത് ഫൈബർ കണ്ടന്റ്, അതായത് നാരുകൾ അധികമായിട്ട് വയറ്റിലെത്തിക്കാനാണ്. ചില പുല്ലുകളുടെ സ്വാദ് അതിനിഷ്ടമാണ്. അവ ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും. എന്നാൽ സ്വാദില്ലാത്ത, കഴിച്ചാൽ തികട്ടി വരുന്ന ചിലയിനം പുല്ലുകളും നായ്ക്കൾ ചിലപ്പോൾ തിന്നുന്നത് കാണാം. അത് ദഹിക്കാത്ത എന്തോ അറിയാതെ അകത്താക്കിയതിൻ്റെ ആന്തലിൽ അത് ഛർദ്ദിക്കാൻ വേണ്ടി മനഃപൂർവ്വം തിന്നുന്നതാണ്. നിങ്ങൾ വളർത്തുന്ന നായ ഇങ്ങനെ പുറത്തിറങ്ങി പറമ്പിൽ കണ്ട പുല്ലൊക്കെ വാരി വലിച്ചു തിന്ന് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്നുണ്ട് എങ്കിൽ ഒട്ടും വൈകാതെ ചെയ്യേണ്ട കാര്യം അതിനെ ഒരു ഡോക്ടറെ കാണിക്കുക എന്നത് തന്നെയാണ്. നായ്ക്കളുടെ ബോഡി ലാംഗ്വേജ് അവ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനെ ഏറെക്കുറെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. നായ്ക്കൾ ചില്ല് ചെയ്യുമ്പോൾ അവയുടെ പോസ് ന്യൂട്രൽ ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. അവയുടെ ചെവികൾ നാച്ചുറൽ പൊസിഷനിലായിരിക്കും അപ്പോൾ ഉണ്ടാവുക. കണ്ണുകൾ സോഫ്റ്റ് ആയിരിക്കും, ഐ കോണ്ടാക്റ്റ് തരും. വേറെ എവിടേക്കെങ്കിലും മനഃപൂർവ്വം അവ നോക്കിയിരിക്കില്ല. നമ്മളെ കാണുമ്പോൾ വാലിൻ്റെ പൊസിഷനും നാച്ചുറൽ ആയിരിക്കും. നായ്ക്കൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കാണുമ്പോൾ അവയുടെ ചെവി മുന്നോട്ടാവും, കണ്ണിലെ കൃഷ്ണമണികൾ വികസിച്ചു വരും. ചിലപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ഒരു ടെന്നീസ് ബോളോ അല്ലെങ്കിൽ അവയ്ക്ക് ഇഷ്ടമുള്ളൊരു ട്രീറ്റോ ഒക്കെ ആയിരിക്കും. അത് കാണുമ്പോൾ നായ്ക്കളുടെ വാ ഒരല്പം തുറന്നു വരാം. അപ്പോഴും വായും നാക്കുമൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുക. നേരിയ ഒരു ഇൻട്രസ്റ്റ് എന്ന പൊസിഷനിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നായ്ക്കൾ അലേർട്ട് ആൻഡ് ഇൻറ്റൻസ് എന്നൊരു പൊസിഷനിലേക്ക് മാറാറുണ്ട്. അതിനനുസരിച്ച് നായ്ക്കളുടെ വാലും ചെവികളുമൊക്കെ പൊങ്ങി പൊങ്ങി വരും, വാ അടഞ്ഞറിഞ്ഞു വരും, ശ്വാസം പിടിച്ചു തുടങ്ങും. കഴുത്തിന് പിന്നിൽ രോമങ്ങളുണ്ടെങ്കിൽ അവ അപ്പോൾ പൊന്തി വരും. ഇനി ഇതേ നായ്ക്കൾ അപ്സെറ്റ് ആവുകയാണെങ്കിൽ, അതായത് അവയ്ക്ക് ഉത്കണ്ഠ വരികയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നത് ശ്വാനവിദഗ്ധർ പറയുന്നത് 4 Fകളെ ഫോളോ ചെയ്യണം എന്നാണ്. ഫ്രെറ്റ് ഓർ ഫിഡ്ജറ്റ്, ഫ്രീസ്, ഫ്ലൈറ്റ്, ഫൈറ്റ് എന്നിവയാണ് ആ 4 Fകൾ.
ഈ 4 സ്റ്റേജുകളും നായ്ക്കളുടെ സർവൈവൽ ബേസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ മെക്കാനിസങ്ങൾ മാത്രമാണ്. പേടി നായ്ക്ക് കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസമുള്ള ഒരു വികാരമാണ്. ഈ 4 എഫുകൾ നിങ്ങളുടെ നായ്ക്കൾ പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ ചുറ്റും നോക്കി അവയെ ഭയപ്പെടുത്തുന്ന സംഗതി എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ആദ്യത്തെ സ്റ്റേജ് ഫ്രെറ്റ് അല്ലെങ്കിൽ ഫിഡ്ജറ്റ് ആണ്. ഇവിടെ നായ്ക്കൾ വല്ലാതെ അസ്വസ്ഥരാകും. കണ്ടാൽ മുഖം തിരിക്കും, ചുണ്ടുകൾ നക്കും. അത്രയ്ക്ക് ചൂടില്ല എങ്കിൽ പോലും തുടർച്ചയായിട്ട് അവ കിതയ്ക്കാൻ തുടങ്ങും. പമ്മി പതിവിലും പതുക്കിയായിരിക്കും പിന്നീടുള്ള നടത്തം. ഭയത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നായയുടെ ആക്ടിവിറ്റി ലെവലും കൂടി വരും. അപ്പോഴാണ് നായ ഫ്രീസ് ലെവലിലേക്ക് പോവുക. അപ്പോൾ നായ്ക്കളുടെ ചെവി സൈഡിലേക്ക് പോവാം, അല്ലെങ്കിൽ പിന്നിലേക്ക് പോവാം. മുന്നിലെ കാൽപാദങ്ങളിൽ ഒന്ന് പതിയെ പൊക്കുക പോലും ചിലപ്പോൾ നായ ചെയ്യും. ഭയം പിന്നെയും കൂടുമ്പോൾ ചെവികളും വാലും സ്വാഭാവികമായിട്ട് താഴും. ശരീരം കൂനിക്കൂടും, കൺപുരികങ്ങൾ ചുളുങ്ങും, വായ ഒതുങ്ങും, അടഞ്ഞു തുടങ്ങും. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ബലത്തിൽ കടിച്ചു പറിച്ചുകൊണ്ട് ഓടാനിടയുണ്ട്. മനഃപൂർവ്വമല്ല, ഇവൻ നെർവസ് ആകുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. വല്ലാതെ പേടിക്കുകയാണെങ്കിൽ യജമാനൻ ഓഫർ ചെയ്യുന്ന ട്രീറ്റ് പോലും നായ വേണ്ടെന്ന് വയ്ക്കും. ഫ്ലാഷ് ലൈറ്റിന് മുന്നിൽ വന്നു വെട്ട മുയലിനെ പോലെ അപ്പോൾ നായ്ക്കൾ അന്തിച്ചു നിൽക്കും. കണ്ണും ചെവിയും വാലുമെല്ലാം താഴ്ത്തി വായ ഇറുക്കി പൂട്ടിയിരിക്കും അവ. ചില നായ്ക്കൾ ഈ ഘട്ടത്തിൽ പേടി കൊണ്ട് കിടുകിട വിറയ്ക്കുക പോലും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നായ്ക്കൾ ശ്രമിക്കുന്നതിനാണ് ഫ്ലൈറ്റ് എന്ന് പറയുക. വാൽ ചുരുട്ടി കാലിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടായിരിക്കും പതുക്കെയോ വേഗത്തിലോ ഉള്ള ഈ പലായനം. നാക്ക് ഈ സമയത്ത് വായ്ക്കുള്ളിൽ ഭദ്രമായി തന്നെ ഇരിക്കും. ബാക്കി എല്ലായ്പ്പോഴും ഉള്ള പോലെ അത് പുറത്തേക്ക് കാണില്ല. ഈ ഒരു സമയത്ത് അതിനു മുമ്പ് നടത്തിയ കമ്മ്യൂണിക്കേഷൻ എഫേർട്ടുകൾ പാഴായി എന്ന് തോന്നുന്ന നായ്ക്കൾ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇതെന്തൊരു അലമ്പൻ നായയാണെന്ന് ആളുകൾ പരാതി പറയാറുള്ളത്. എന്നാൽ ഈ കുര ആ നായ്ക്കളുടെ ഉള്ളിൽ കിടന്ന് പെരുമ്പറയടിക്കുന്ന ഭയത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം മാത്രമാണ്. അത്രയും നേരം പറഞ്ഞതൊന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് നായ്ക്കൾ ഫൈറ്റ് മോഡിലേക്ക് പോകുന്നത്. അവിടെ പിന്നെ ആദ്യം നമ്മൾ കാണുക ഡിഫെൻസീവ് അഗ്രഷൻ ആയിരിക്കും. വാലും ചെവിയും അപ്പോഴും താണു തന്നെ ഇരിക്കും. പക്ഷെ ചുണ്ടുകൾ ബലമായി പിന്നിലേക്ക് വന്ന് പല്ലുകൾ വെളിയിൽ കാണിച്ച് വല്ലാത്തൊരു തരം മുരൾച്ച ശബ്ദം പുറപ്പെടുവിക്കും നായ്ക്കൾ ആദ്യം. ഉച്ചത്തിലുള്ള കുര ശബ്ദവും ഇതിനോടൊപ്പം ഉണ്ടാവും. ഈ ഡിഫെൻസീവ് അഗ്രഷനും ആരും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് പട്ടികൾ ഒഫൻസീവ് അഗ്രഷൻ അഥവാ ശാരീരികമായിട്ടുള്ള ആക്രമണത്തിലേക്ക് കടക്കുക. ഈ സ്റ്റേജിൽ നായ്ക്കളുടെ ചെവികളും വാലുമെല്ലാം ഉയർന്നു പൊങ്ങും. ശരീരം വല്ലാതെ സ്റ്റിഫാകും, റിജിഡാകും. കണ്ണുകൾ കറുത്തു വരും. നോട്ടം അതിരൂക്ഷമാകും. പല്ലുകൾ കൂടുതൽ വെളിയിലേക്ക് വരും. അടുത്ത ഘട്ടം ചാടി വീണ് കടിയോ കുരയോ ഒക്കെയാകും. ഈ ഘട്ടം ആവുന്നതിന് മുമ്പ് പട്ടികൾ നമ്മോട് പറയാനുള്ളതിന് ചെവി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യഘട്ടങ്ങളിലൂടെ നായ കടന്നുപോയത് നിങ്ങൾ അറിഞ്ഞതേയില്ല. നിങ്ങൾ ചെന്നുപെട്ടത് അവസാന സ്റ്റേജിലുള്ള നായയുടെ മുന്നിലാണ് എന്ന് കരുതുക. അതായത് ഏത് നിമിഷവും നായ നിങ്ങളെ ആക്രമിക്കുമെന്ന നിലയിലാണ് അപ്പോൾ ഉള്ളത് എന്ന് കരുതുക. അപ്പോൾ എന്താണ് ചെയ്യാനാവുക? വളരെ സൂക്ഷിച്ചു മാത്രം ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യമാണിത്. തെരുവിലോ നമ്മുടെ വീടുകളിലോ ഫ്ലാറ്റുകളിലോ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന നായ്ക്കളിൽ അവ പെഡിഗ്രീഡ് വളർത്തുപട്ടികളാവട്ടെ, അല്ലാത്ത സാധാരണ ഇന്ത്യ ബ്രീഡ് തെരുവ് നായ്ക്കളാവട്ടെ, 99% നിരുപദ്രവകാരികളായിട്ടുള്ള സാധുക്കളാണ്. അവയ്ക്ക് നമ്മളെ വലിയ പേടിയുമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ ഈ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാം. സാധാരണ ഈ സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുന്നത് ആരായിരിക്കും? റോഡിലൂടെ നടക്കാനോ ഓടാനോ ഒക്കെ പോകുമ്പോൾ, നിങ്ങൾ സ്ഥിരം പോകാത്ത ഏതെങ്കിലും പ്രദേശത്ത് ആദ്യമായിട്ട് കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിനുള്ളിലേക്ക് ഗേറ്റും തുറന്ന് കയറി ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ അക്രമാസക്തരായിട്ട് പാഞ്ഞു വരുന്ന നായ്ക്കളുടെ മുന്നിൽ നിങ്ങൾ ചെന്ന് പെടാനിടയുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യാനാവുക? ഗേറ്റ് തുറന്ന് ചെന്നതാണെങ്കിൽ തിരികെ പുറത്തു ചാടി ഗേറ്റ് അടയ്ക്കാം. തുറസായ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ എന്തു ചെയ്യും? ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണോ? തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യണോ? അതോ അതിന് തിന്നാൻ വല്ലതും കൊടുക്കണോ? എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ നമ്മളിൽ പലർക്കും ഒരു വ്യക്തതയും ചിലപ്പോൾ കണ്ടെന്നു വരില്ല. ഈ ഒരു ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കണമെന്നത് സംബന്ധിച്ച് അമേരിക്കൻ വെറ്ററിനറി മെഡിക്കൽ അസോസിയേഷൻ്റെ ഡോഗ് ബൈറ്റ് പ്രിവെൻഷൻ ബുക്ക്ലെറ്റ്, അമേരിക്കൻ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് പുറപ്പെടുവിച്ചിട്ടുള്ള ഡോഗ് ബൈറ്റ് പ്രിവെൻഷൻ ടിപ്പുകൾ, TFA തുടങ്ങിയ മൃഗസംരക്ഷണ സംഘടനകളുടെ അവബോധന കുറിപ്പുകൾ എന്നിവ പറയുന്ന അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. നായ കടിക്കാൻ വന്നാൽ ഒന്നാമത്തെ കാര്യം ഓടി രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. മരം പോലെ നിൽക്കണമെന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. നായ്ക്കളിൽ ജന്മന ഒരു ഹണ്ടിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. മൂവിങ് ഒബ്ജക്ട്സ് കണ്ടാൽ അതിനെ ചേസ് ചെയ്യാൻ അവയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു താല്പര്യമുണരും. പലപ്പോഴും നായ്ക്കൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നത് അവരുടെ ടെറിട്ടറി എന്നവർ കരുതുന്ന ഏരിയയിലേക്ക് നമ്മൾ അതിക്രമിച്ച് ചെല്ലുമ്പോഴാണ്. നമ്മുടെ സ്കൂട്ടറിലോ സൈക്കിളിലോ ഒക്കെ മറ്റേതെങ്കിലും നായ ടയറിൽ മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. അത് പിന്നെ നമുക്ക് നേരെ കുരച്ചു ചാടി ആക്രമിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും പാനിക് ആവരുത് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ ഭയം സെൻസ് ചെയ്യാൻ നായ്ക്കൾക്ക് സാധിക്കുമെന്ന് ചിലർ പറയാറുണ്ട്. അങ്ങനെ ഒരു സിക്സ് സെൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് വേറെ കാര്യം. എന്നാലും ഈ കുരച്ചു ചാടി ചെല്ലുന്നത് കാണുമ്പോൾ നമ്മൾ വിസിബിലി പരിഭ്രമിച്ചു എന്ന് കണ്ടാൽ ഈ നായ്ക്കളുടെ ആവേശവും ധൈര്യവും ഒക്കെ ഇരട്ടിക്കും.
സംഗതി അത്ര എളുപ്പമുള്ള പണിയല്ല എന്നറിയാം. എന്നാലും കഴിയാവുന്നത്ര മനസാന്നിധ്യം വെടിയാതെ ഇരിക്കാൻ പരിശ്രമിക്കുക. ഇളക്കമില്ലാതെ നിൽക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ഡേഞ്ചറസ് അല്ല എന്ന് നായ്ക്ക് ബോധ്യം വന്നേക്കാം. ആ തോന്നൽ ഇല്ലാതെയാക്കരുത്. കണ്ടപാടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നായ അക്രമാസക്തമായി നിൽക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളെ ഓടിച്ചിട്ട് കടിച്ചെന്നിരിക്കും. നായ്ക്കൾക്ക് നമ്മുടെ 2 ഇരട്ടി വേഗത്തിൽ ഓടാനാവും. അവയെ നമുക്ക് ഒരിക്കലും ഓടി തോൽപ്പിക്കാനാവില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നായയെ കണ്ടപാടെ ഓടാൻ ഒരുങ്ങിയാൽ ഇനി അതിന് നിങ്ങളെ കടിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ പോലും അത് ഓടിച്ചിട്ട് കടിച്ചെന്നിരിക്കും. കാരണം നിങ്ങൾ ഓടുന്നത് കാണുമ്പോൾ അതിലെ ഇരയെ ഓടിക്കാനുള്ള ചോദന ഉണരും. നിങ്ങൾ ജോഗിങ്ങിലായിരുന്നു ഓൾറെഡി എങ്കിൽ വേഗം പതുക്കെ കുറച്ച് നടത്തമായിട്ട് മാറ്റുക. എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുക. അപ്പോൾ നായ നിങ്ങളെ നോക്കി മുരണ്ട് കുരച്ച് ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ഭീഷണിയായിട്ട് ആ നായ കാണുന്നുണ്ട് എന്നാണ്. ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നായയുടെ ഭാഗത്തു നിന്ന് ആ സാഹചര്യം മാറണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഭീഷണി കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളിൽ ആദ്യത്തേതാണ് നേരത്തെ പറഞ്ഞ സഡൻ ആയിട്ടുള്ള ചലനങ്ങൾ ഒഴിവാക്കുക എന്നത്. അടുത്ത മുൻകരുതൽ, കടിക്കാൻ ഓങ്ങി നിൽക്കുന്ന നായ്ക്ക് ഒരിക്കലും ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് ഐ കോണ്ടാക്ട് നായയുടെ അഗ്രഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. നേരിട്ടുള്ള നോട്ടം നായ കണക്കാക്കുന്നത് അതിനോടുള്ള വെല്ലുവിളിയായിട്ടാണ്. എന്നാൽ അതേസമയം അതിന് ശ്രദ്ധിക്കാതെയും ഇരിക്കരുത്. നിങ്ങളുടെ കണ്ണിൻ്റെ കോണിലൂടെ ആ നായ്ക്ക് മേൽ ഒരു കണ്ണുണ്ടാവണം. അതേസമയം നേരിട്ട് കണ്ണിൽ നോക്കി നിന്ന് അതിനെ വെല്ലുവിളിക്കുകയും വരുത്. കുറച്ച് സമയം അങ്ങനെ നിന്ന ശേഷം വളരെ പതുക്കെ പിന്നോട്ട് മാറുക. നായയും നിങ്ങളും തമ്മിൽ പതുക്കെ ഒരു ദൂരം സൃഷ്ടിക്കുക. ഒരു കാരണവശാലും നായ്ക്ക് പുറംതിരിഞ്ഞ് ഓടിക്കളയരുത്. അടുത്തൊരു മുൻകരുതൽ മുഷ്ടി ചുരുട്ടി നിൽക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കൈവിരലുകളിൽ കടി കിട്ടാനുള്ള സാധ്യത കുറയ്ക്കും. ഇനി മുഷ്ടിക്ക് കടി കിട്ടി എന്ന് തന്നെ ഇരുന്നാലും കൈ നിവർത്തി വെക്കുമ്പോൾ ഉള്ളതിനേക്കാൾ എളുപ്പമാണ് മുഷ്ടി ചുരുട്ടി ഇരിക്കുമ്പോൾ കടി കിട്ടിയാൽ അത് വിടുവിക്കാൻ. അടുത്തായിട്ട് ചെയ്യേണ്ടത് പട്ടിയുടെ ശ്രദ്ധ ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു കുപ്പി വെള്ളമോ നിങ്ങളുടെ ഫോണോ എന്തു വേണമെങ്കിലും ആവാം. അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിച്ചെറിയുക. പട്ടി അതിൻ്റെ പിന്നാലെ ഓടിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കിട്ടും. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും തറയിലേക്ക് കുനിഞ്ഞ് എന്തെങ്കിലും എടുത്ത് എതിർദിശയിലേക്ക് എറിയുന്നതായിട്ട് അഭിനയിക്കുക. പട്ടിയെ കല്ലെടുത്ത് വെക്കുക. അതിനെ വെറുതെ പ്രകോപിപ്പിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. എങ്ങാനും ഏറ് മിസ്സായാൽ കടി ഉറപ്പാണ്. പിന്നെ ചിലപ്പോൾ ഈ വന്ന പട്ടി നിങ്ങളെ സമീപിച്ചത് വളരെ പ്ലേഫുൾ ആയിട്ടാണ്, ആക്രമിക്കാൻ അതിന് ഉദ്ദേശമില്ല എങ്കിൽ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്താൽ അതങ്ങ് പൊക്കോളും. അടുത്തായിട്ട് ശ്രമിക്കാവുന്നത് അടുത്തു വരരുത്, ദൂരെ പോ എന്നൊക്കെ അർത്ഥം വരുന്ന സിമ്പിൾ കമാൻഡുകൾ കൊടുത്ത് ഈ പട്ടിയെ ഓടിച്ചു വിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സാധ്യമെങ്കിൽ ശാന്തവും ദൃഢവുമായ താഴ്ന്ന സ്വരത്തിൽ അതിനോട് സംസാരിക്കുക. എല്ലാവിധ നെഗോസിയേഷനുകളും പരാജയപ്പെട്ടു, പട്ടികടി ഉറപ്പായി എന്ന് മനസ്സിലായാൽ പിന്നെ ചെയ്യേണ്ടത് തിരിച്ച് പ്രതിരോധിക്കുക എന്ന് തന്നെയാണ്. കയ്യിലുള്ള ബാഗ്, കുട, ബാക്ക് പാക്ക് തുടങ്ങിയ വസ്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കും നായ്ക്കും ഇടയിൽ അത് പിടിക്കുക. നായ വളരെ അടുത്തേക്ക് വരികയാണെങ്കിൽ മാത്രം അവയെ സൈഡ് വേസ് ചലിപ്പിക്കുക. നായയുടെ നേരെ അത് വീശരുത്. ഈ ബഹളത്തിനിടയ്ക്ക് നിങ്ങളെ കടിക്കാൻ വരുന്ന നായയുടെ മുന്നിൽ നിങ്ങൾ താഴെ വീണുപോയാൽ, കടി കിട്ടുമെന്ന് ഉറപ്പായാൽ ഒരു പന്ത് പോലെ ചുരുണ്ട് കൈയും തലയും കൈകൊണ്ട് സംരക്ഷിക്കുക. അനക്കമില്ലാതെ കിടക്കുക. പ്രതിരോധിക്കാൻ നിൽക്കരുത്. അതേസമയം അവനവൻ്റെ വൈറ്റൽ ഓർഗൻസ്, കഴുത്ത്, മുഖം എന്നിവ കടിയേറ്റ് പറഞ്ഞു പോകാതിരിക്കാനുള്ള ശ്രദ്ധയും കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്നതിനൊപ്പം തന്നെ പട്ടിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്ര ദൂരേക്ക് തള്ളിപ്പിടിക്കാൻ പറ്റുമോ അത്രയും ചെയ്യുക. അത്രയും പരിക്ക് കുറയും. അതിനുശേഷം ഒച്ചയിട്ട് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ ഇടയുള്ള മറ്റുള്ളവരെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുക. ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നായ കടിച്ചു എന്ന് തന്നെ വെക്കുക. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. പട്ടിയുടെ കടിയേറ്റാൽ മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 മിനിറ്റ് നേരത്തോളം നന്നായിട്ട് കഴുകുക. രക്തസ്രാവം ഉണ്ടെങ്കിൽ അമർത്തി നിർത്തുക. ആ മുറിവ് മൂടുക. ചെറിയ കടിയാണെങ്കിലും അണുബാധയുണ്ടാകാം. ഒരു കാരണവശാലും വാക്സിനേഷൻ എടുക്കാതിരിക്കരുത്. അതിൻ്റെ കോഴ്സ് പൂർണ്ണമാക്കണം. മുറിവിന് വേണ്ട വൈദ്യപരിചരണവും ലഭ്യമാക്കണം. ഈ പറഞ്ഞതൊന്നും തന്നെ പേവിഷബാധയുള്ള പട്ടിയുടെ കാര്യത്തിൽ ബാധകമാവണമെന്നില്ല. റേബീസ് വിഷബാധയെക്കുറിച്ച് വല്ലാത്തൊരു വിശദമായൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുള്ളത് ഈ ലിങ്കിൽ ലഭ്യമാണ്. നായ്ക്കളുടെ കൂട്ടത്തിൽ ഹാച്ചിക്കോ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പരിചിതമായ പേര് ലൈക്കയുടേതാകും. ലൈക്കയുടെ കഥ നടക്കുന്നത് 1950കളിലാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധത്തിൻ്റെ എക്സ്റ്റൻഷനായി ബഹിരാകാശത്തും ഒരു മത്സരം തന്നെ നടന്നുകൊണ്ടിരുന്ന കാലം. ഏതു വിധേനയും ബഹിരാകാശത്തേക്ക് ഒരു മനുഷ്യനെ പറഞ്ഞയക്കാൻ വേണ്ടി ഇരുകൂട്ടരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഒരു മനുഷ്യനെ ശൂന്യാകാശത്തേക്ക് വിടുന്നത് റിസ്ക്കാണ് എന്നായിരുന്നു ഇരുപക്ഷത്തെയും ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ബഹിരാകാശത്ത് ചെന്നാൽ ജീവന് നേരിട്ടേക്കാവുന്ന ആപത്തുകളെക്കുറിച്ച് പഠിക്കാൻ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ പറഞ്ഞയക്കാം എന്നായി. മോസ്കോയുടെ തെരുവുകളിൽ നിന്ന് ഒരു നായയെ തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കാൻ അങ്ങനെ തീരുമാനമാവുന്നു. അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ചില തെരുവു നായ്ക്കൾ അന്ന് ഈ ദൗത്യത്തിനു വേണ്ടി നിയോഗിക്കപ്പെടുന്നു. ബഹിരാകാശത്ത് നേരിടാൻ സാധ്യതയുള്ള എക്സ്ട്രീം കണ്ടീഷൻസിനെ നേരിടാൻ വേണ്ടി ഈ നായ്ക്കളെ എല്ലാം അന്ന് ശാസ്ത്രജ്ഞർ തികച്ചും ക്രൂരമെന്ന് തന്നെ പറയാവുന്ന പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കി. ഈ പരീക്ഷണങ്ങൾ പല നായ്ക്കളെയും ഗുരുതരാവസ്ഥയിലാക്കി.
കൂട്ടത്തിൽ താരതമ്യേന കുറഞ്ഞ വലിപ്പമുണ്ടായിരുന്ന ശാന്ത സ്വഭാവിയായ ലൈക്ക എന്ന മോങ്കരൽ ഒടുവിൽ ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. 1957 സ്പുട്നിക് 2 എന്ന പേടകത്തിലേറിയായിരുന്നു ലൈക്കയുടെ യാത്ര. പേടകത്തിനുള്ളിൽ ലൈക്ക സുരക്ഷിതയായിരിക്കുമെന്നാണ് പൊതുജനത്തിനോട് ശാസ്ത്രജ്ഞർ പറഞ്ഞ കഥ. എന്നാൽ പേടകം ആകാശത്തേക്ക് ഉയർന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലൈക്ക ആ കുഞ്ഞു സ്പേസിൽ കുടുങ്ങിയതിൻ്റെ പരിഭ്രമവും പേടകത്തിനുള്ളിലെ അസഹ്യമായ ചൂടും താങ്ങാനാവാതെ മരണപ്പെട്ടു. ലൈക്കയുടെ മൃതദേഹവും പേറി 5 മാസം കൂടി ഭൂമിയെ വലം വെച്ച ശേഷം സ്പുട്നിക് 2 1958 ഏപ്രിൽ 14 ഭൂമിയിലേക്ക് തിരികെ വരുന്ന വഴിക്ക് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് നാമാവശേഷമാവുകയായിരുന്നു. ലൈക്കയെ ബഹിരാകാശത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ തന്നെ ആ പദ്ധതിയുടെ ചുമതലക്കാരായിട്ടുള്ള ശാസ്ത്രജ്ഞർക്ക് അവളുടെ ദുർവിധി എന്തായിരിക്കുമെന്ന കാര്യത്തിൽ നല്ല ധാരണയുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരന്ന് ലൈക്കയെ ബഹിരാകാശത്തേക്ക് പറഞ്ഞു വിട്ടത്. നമ്മൾ PSC പരീക്ഷകൾക്ക് പഠിക്കുന്നത് ബഹിരാകാശത്ത് ആദ്യമായി എത്തിപ്പെട്ട നായയാണ് ലൈക്ക എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ ലൈക്കയെ വിളിക്കേണ്ടത് മനുഷ്യൻ്റെ ഇൻസെൻസിറ്റിവിറ്റിയുടെ ഏറ്റവും പ്രസിദ്ധിയായിട്ടുള്ള ഇര എന്നാണ്. ലൈക്കയുടേതുപോലെ തന്നെ ഹൃദയസ്പർശിയായ മറ്റൊരു കഥയുണ്ട്. 1925 ശൈത്യകാലത്ത് അലാസ്കയിലെ മഞ്ഞു മൂടിക്കിടക്കുന്ന നോം പട്ടണത്തിൽ ഡിഫ്തീരിയ ബാധ പടർന്നു പിടിച്ചു. അതിശക്തമായ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരുന്നതുകൊണ്ട് വിമാനമാർഗം അവശ്യ മരുന്നുകൾ അവിടെ എത്തിക്കാനാവില്ലായിരുന്നു. സമീപസ്ഥമായ കടലുകളൊക്കെയും തണുത്തുറഞ്ഞു പോയിരുന്നതിനാൽ ആ മാർഗവും അടഞ്ഞു. അവശേഷിക്കുന്ന ഒരേയൊരു വഴി ഈ മരുന്നുകൾ 20 ഡോഗ് സ്ലെഡ്ജുകളിൽ കയറ്റി കരമാർഗം കൊടുത്തുവിടുക എന്നതായിരുന്നു. 110 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന ശീതക്കാറ്റ്, -30 ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തിയ താപനില, തണുത്തുറഞ്ഞു കിടക്കുന്ന ആ പ്രദേശത്തു കൂടി 1000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഈ മരുന്നുകൾ നോമിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ ദൗത്യം ഏറ്റെടുത്ത ടീമിലെ നായ്ക്കളെ നയിച്ചത് 12 വയസ്സ് പ്രായമുള്ള ടോഗോ എന്നു പേരുള്ള ഒരു സൈബീരിയൻ ഹസ്കിയാണ്. ആ യാത്രക്കിടയിൽ ഒരു ദിവസം യാത്ര ലാഭിക്കാൻ വേണ്ടി തണുത്തുറഞ്ഞു കിടന്ന ഒരു ബേക്ക് മുകളിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ മഞ്ഞാണെങ്കിൽ അപ്രവചനീയമായ വിധത്തിലായിരുന്നു. 500 കിലോമീറ്ററോളം നീണ്ട യാത്രക്കിടയിൽ നിരവധി ഹസ്കികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. പക്ഷേ ടോഗോ ആ യാത്രയിലുടനീളം തൻ്റെ കൂടെയുള്ള നായ്ക്കളെ ഉത്സാഹത്തോടെ പിടിച്ചു നിർത്തി. 127.5 മണിക്കൂർ എന്ന റെക്കോർഡ് ടൈമിൽ അവർ ഈ മരുന്നുകൾ നോമിലെത്തിച്ചു. ഈ യാത്രയുടെ ലാസ്റ്റ് ലെഗിൽ നായ്ക്കളെ നയിച്ചത് ബോൾട്ടോ എന്നു പേരുള്ള മറ്റൊരു സൈബീരിയൻ ഹസ്കിയാണ്. ഒടുവിൽ ഈ ഐതിഹാസിക യാത്രയുടെ ചരിത്രം എഴുതപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ സ്മാരകങ്ങൾ ഉയർന്നു വന്നപ്പോൾ ടോഗോ എന്ന റിയൽ പ്രൊട്ടഗണിസ്റ്റിന് പകരം ലൈംലൈറ്റിൽ വരുന്നത് ബോൾട്ടോയുടെ പേര് മാത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ യഥാർത്ഥ കഥ പുറത്തു വരികയും ടോഗോയ്ക്കും അവൻ അർഹിക്കുന്ന പ്രസിദ്ധി കിട്ടുകയും ചെയ്തു. ഈ നായ്ക്കളെ പോലെ തന്നെ ലോകപ്രസിദ്ധനാണ് ഹോളിവുഡിൻ്റെ ആദ്യത്തെ കാനൈൻ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന റിൻ ടിൻടിൻ. 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായക്കുഞ്ഞ് 1920കളിൽ 27 സിനിമകളിൽ അഭിനയിച്ച് ഹോളിവുഡ് താരമായി. അന്ന് വാർണർ ബ്രദേഴ്സ് സ്റ്റുഡിയോയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച ടിൻടിൻ ഹോളിവുഡ് ഹോൾ ഓഫ് ഫെയിമിൽ നക്ഷത്ര പുരസ്കാരം ലഭിച്ച ഒരേ ഒരു നായയായിട്ടും മാറുന്നുണ്ട്. അതുപോലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇന്ത്യൻ നായയുമുണ്ട്. പേര് സഞ്ജീർ. മുംബൈയിലെ വീരൻ എന്നറിയപ്പെടുന്ന സഞ്ജീർ ബോംബ് കണ്ടുപിടിക്കുന്നതിൽ സമർത്ഥനായിരുന്നു. മുംബൈ പോലീസിൻ്റെ ബോംബ് സ്ക്വാഡിലെ ഈ ധീരനായിട്ടുള്ള നായ 1993 മുംബൈ ബോംബ് സ്ഫോടനങ്ങളിൽ 3000 കിലോയിലധികം RDXും ആയിരക്കണക്കിന് തോക്കുകളും ഡിറ്റനേറ്ററുകളും ഗ്രനേഡുകളും ഒക്കെ കണ്ടുപിടിച്ചാണ് പ്രസിദ്ധനായത്. സഞ്ജീറിൻ്റെ ഇടപെടൽ അന്ന് രക്ഷിച്ചത് ലക്ഷക്കണക്കിന് പേരുടെ ജീവനാണ്. അതുപോലെ തന്നെ 2016 പത്താൻകോട്ട് ഭീകരാക്രമണത്തിനിടയ്ക്ക് സൈനിക ബേസ് സുരക്ഷിതമാക്കാൻ സഹായിച്ച റോക്കറ്റ് എന്ന ഡോഗും വളരെ പ്രസിദ്ധനാണ്. ശ്വാനപ്രമുഖരുടെ പട്ടികയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ട്രീറ്റ് മോങ്കറൽ എൻട്രി കൂടിയുണ്ട്. പേര് അലോക. ലോകശാന്തിക്ക് വേണ്ടി ബുദ്ധഭിക്ഷുക്കൾക്കൊപ്പം ലോകസഞ്ചാരം നടത്തിയ ഒരു നായ. കൊൽക്കത്ത തെരുവുകളിൽ ജീവിച്ച സൗമ്യനായ ഈ ഇന്ത്യൻ നായ ബുദ്ധസന്യാസിമാരുടെ ശാന്തി മാർച്ചിനെ സ്വമേധയാ പിന്തുടരാൻ തുടങ്ങി. യാത്രക്കിടെ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റുണ്ടായ കഷ്ടതകൾക്കിടയിലും അവൻ അവർക്കൊപ്പം തുടർന്നു. ആ യാത്രയ്ക്ക് ശേഷം ഭിക്ഷുക്കൾ അവനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അമേരിക്കയിലെ 2300 മൈൽ ശാന്തി നടത്തത്തിലും കരുണയുടെ, ക്ഷമയുടെ, സാംസ്കാരിക സൗഹൃദത്തിൻ്റെ ജീവനുള്ള പ്രതീകമായി അലോക അവർക്കൊപ്പമുണ്ട്. നമ്മുടെ കേരളത്തിലും ഒരുപാട് പ്രശസ്തരായ നായ്ക്കളുണ്ട്. അതിലൊരു നായയുടെ അതിദാരുണമായിട്ടുള്ള അന്ത്യമാണ് കേരള ഹൈക്കോടതിയിൽ മൃഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും മനുഷ്യമൃഗ സംഘർഷങ്ങൾക്കുമുള്ള പ്രതിവിധി തേടാനുള്ള ഒരു സവിശേഷ ബെഞ്ചിന് തന്നെ കാരണമായത്. തിരുവനന്തപുരം വിഴിഞ്ഞം അടിമലത്തുറയിൽ ക്രിസ്തുരാജിൻ്റെ ബ്രൂണോ എന്ന ലാബ്രഡോർ വളർത്തുനായെ അയാളോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടി 3 പേർ ചേർന്ന് മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു. ബീച്ചിലെത്തുന്നവർക്കൊപ്പം കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ബ്രൂണോ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. കടപ്പുറത്ത് കളിച്ചതിന് ശേഷം ഒരു ബോട്ടിൻ്റെ തണലിൽ വിശ്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് ശത്രുക്കൾ തോണിയിൽ കെട്ടിയിട്ട് പങ്കായം വെച്ച് അടിച്ചടിച്ച് ബ്രൂണോയെ കൊന്നു കളഞ്ഞത്. എന്നിട്ടും പകുതിയിരാതെ ആ ശരീരം കെട്ടിത്തൂക്കിയും അവർ ആഘോഷിച്ചു. ഈ വാർത്ത അന്ന് നായ്ക്കളെ സ്നേഹിക്കാത്തവരെ പോലും ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. ഈ സംഭവത്തിൽ കേരള ഹൈക്കോടതി അന്ന് സ്വമേധയാ കേസെടുക്കുകയുണ്ടായി. മൃഗാവകാശങ്ങൾക്ക് വേണ്ടി കേരള ഹൈക്കോടതി പിന്നീട് രൂപം നൽകിയ സ്പെഷ്യൽ ബെഞ്ച് ബ്രൂണോയുടെ സ്മരണയ്ക്ക് വേണ്ടി ഇൻ റേ ബ്രൂണോ എന്നറിയപ്പെട്ടു. പിന്നീട് പല മൃഗാവകാശ കേസുകളും പരിഗണിച്ചത് ഇതേ ബെഞ്ചാണ്. സുപ്രസിദ്ധമായ അരിക്കൊമ്പൻ കേസ് ഈ ബെഞ്ച് തന്നെയാണ് കൈകാര്യം ചെയ്തത്.
ഒരു നായയുടെ പേരിൽ ഒരു ഹൈക്കോടതിയിൽ ബെഞ്ച് ഉണ്ടാവുക എന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും. നമ്മൾ മനുഷ്യർ സ്നേഹത്തിന് വെക്കുന്ന മുന്നുപാധികളൊന്നും തന്നെ നായ്ക്കൾക്കില്ല. അവർ നമ്മളിൽ നിന്ന് തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ സ്നേഹിക്കാൻ വിശേഷിച്ച ഒരു കാരണങ്ങളും അവർക്ക് വേണ്ട. നിങ്ങളെ കാണാൻ സൗന്ദര്യമുണ്ടോ എന്ന് അവർക്കറിയണ്ട. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചവരാണോ എന്നും നോട്ടമില്ല. അവരുടെ ലോയൽറ്റി, സ്നേഹം ഇതൊക്കെയും തികച്ചും നിരുപാധികമാണ്. എന്നാൽ അതേസമയം നിങ്ങളുടെ മുഖത്തെ ഓരോ ഭാവമാറ്റവും അതിൽ തിരിച്ചറിയാനാകും. നിങ്ങളുടെ സങ്കടം അതിൻ്റെ കൂടി സങ്കടമാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായി തെറ്റിയാൽ നിങ്ങളുടെ നായക്കായിരിക്കും കൂടുതൽ അസ്വസ്ഥത. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കേണ്ടത് എങ്ങനെയെന്നും നിങ്ങളുടെ നായ നിങ്ങളെ പഠിപ്പിക്കും. അതൊരു പക്ഷേ വെറും ഒരു കാർ യാത്രയാകാം, കളിക്കാൻ കിട്ടിയ ഒരു ടെന്നീസ് ബോളാകാം, നിങ്ങൾ വാതിൽ തുറക്കുന്ന ശബ്ദം പോലുമാകാം. അതിലൊക്കെ സന്തോഷിച്ചുകൊണ്ട് അവൻ അല്ലെങ്കിൽ അവൾ കാണിച്ചു കൂട്ടുന്ന പ്രകടനങ്ങൾ കണ്ടാൽ എത്ര മോശം ദിവസമായാലും, ഓഫീസിൽ അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എത്രയൊക്കെ കയ്പുനീരുണ്ടായാലും നിമിഷ നേരത്തേക്കെങ്കിലും നിങ്ങളുടെ മുഖം അറിയാതെ ഒന്ന് തെളിഞ്ഞു പോകും. സന്തോഷിക്കാൻ അധികം കാരണങ്ങളൊന്നും വേണ്ട എന്ന് നമ്മുടെ നായ നമ്മളെ പഠിപ്പിക്കും. ചുരുക്കത്തിൽ നിങ്ങൾക്ക് നായയെ പ്രാണന് തുല്യം സ്നേഹിക്കാം, വെറുക്കാം, അതിനോട് നിസ്സംഗഭാവം പുലർത്തുകയും ആവാം. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണ്. പക്ഷേ ശ്വാനവർഗത്തെ മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിൽ നിന്ന്, സാംസ്കാരിക ചരിത്രത്തിൽ നിന്ന് തിരസ്കരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ആ നാൽക്കാലി മൃഗം മനുഷ്യവംശത്തോട് ചെയ്യുന്നത് എന്തെന്നറിയണമെങ്കിൽ ഒരു നായ്ക്കുഞ്ഞിൻ്റെ സുഹൃത്തായി നോക്കൂ. പിന്നീട് നിങ്ങൾ ഒരിക്കലും ഏകാഗിയാവില്ല, സ്നേഹമില്ലാത്തവനാവില്ല, മടങ്ങിച്ചെല്ലാൻ ഒരു വീടില്ലാത്തവനാവില്ല. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.